ബാധിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മിലും നമ്മുടെ മാതാപിതാക്കളിലും നമ്മോട് ബന്ധപ്പെട്ടവരിലും ഉള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വൽ മുർസലാത്തി സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ അവർക്ക് നരകത്തിലുള്ള നിഴലുകളുടെ 3 ശാഖകളെ സംബന്ധിച്ചും നരകത്തിൽ അവർക്ക് നേരെ എറിയപ്പെടുന്ന തീപ്പൊരികളെ സംബന്ധിച്ചും അല്ലാഹു തആല വിശദീകരിച്ച ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഈ സൂറത്തിന്റെ അവസാന ഭാഗം മുത്തഖീങ്ങളായ ആളുകൾ, ദോഷബാധയെ ഭയപ്പെടുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ അല്ലാഹു നൽകുന്ന തണലിനെ സംബന്ധിച്ച് ഇന്ന് ഓതിവെച്ച ഭാഗത്ത് അല്ലാഹു തുടങ്ങുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യശ്തഹൂൻ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നൽ മുത്തഖീന, തീർച്ചയായും മുത്തഖീങ്ങൾ, ഫീ ളിലാലിൻ വഉയൂൻ, അവർ തണലുകളിലും അരുവികളിലും ആകുന്നു. വഫവാകിഹ മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന പഴങ്ങളിലുമാകുന്നു. അവരോട് പറയപ്പെടും, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പകരം മംഗളമായി സന്തോഷമായി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും അപ്രകാരമായിരിക്കും സുഹൃതങ്ങൾ ചെയ്ത ആളുകൾക്ക് നാം പ്രതിഫലം നൽകുക. ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയുന്നത്, ആദ്യം പറഞ്ഞു മുത്തഖീങ്ങൾ അവർ ഒരു തരം തണലുകളിലും അതുപോലെ തന്നെ അരുവികളിലും ആയിരിക്കും. നരകത്തിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയുടെ തണലും അതിന്റെ അവസ്ഥയും പറഞ്ഞ ഉടനെ അതിന്റെ നേരെ എതിര് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുക. തഖ്വയുള്ള ആളുകൾ, ഭയഭക്തിയുള്ള ആളുകൾ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ നല്ല തണല് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അരുവികളും അവർ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന പഴങ്ങളും എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അവരോട് പറയും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പകരമായി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഇവിടെ സ്വർഗത്തിൽ തണലുണ്ട് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പ്രയാസമേറിയ ചൂടുണ്ട് എന്ന് കരുതരുത്. തണല് നമുക്ക് ആവശ്യം വരുന്നത് വെയിലുണ്ടാവുമ്പോഴാണ്. സ്വർഗത്തിലെ അവസ്ഥ അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, അവിടെ ഓവർ ചൂടോ ഓവർ തണുപ്പോ ഇല്ല. അപ്പൊ ആളുകൾക്ക് ശരിക്കും വേണ്ട ഒരു അവസ്ഥ മാത്രമേ അവിടെ ഉണ്ടാവും. ഒരു കാരണവശാലും ബുദ്ധിമുട്ടാകുന്ന ഒരു കാലാവസ്ഥ സ്വർഗത്തിലില്ല. എന്നാ പിന്നെ
തണല് എന്ന് പറയുന്നത് ആരും ആഗ്രഹിക്കുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ തണലുണ്ട്, ആശ്വാസത്തിന്റെ തണലുണ്ട് എന്നതല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന വെയില് സ്വർഗത്തിലില്ല. ഇവിടെ മുത്തഖീങ്ങൾക്ക് ഈ സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്വർഗം ചെറിയ കാരണങ്ങളെ കൊണ്ട് ചിലപ്പോൾ നീങ്ങിപ്പോകും. ഒരു സംഭവം പറയാം. മുഹറം മാസത്തിലെ 10 നടന്ന ഒരു സംഭവം. മഹാന്മാരായ ആളുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സുപ്രധാനമായൊരു സംഭവം. ഇന്ന് മുഹറം 9 നമ്മൾ നോമ്പെടുത്ത് വന്നവരാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 10. ഇതുപോലെ ഒരു മുഹറം മാസത്തിൽ ഒരു മുഹറം 10 നടന്നൊരു സംഭവം ഇതിനോട് ചേർത്ത് വായിക്കാം. തണലുകളും പഴങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഉള്ള സ്വർഗം, ആ സ്വർഗം നഷ്ടപ്പെടാനുള്ള ചെറിയൊരു കാരണം. ഒരു മുഹറം 10 ഒരു ഫക്കീർ, അദ്ദേഹം നോമ്പ് നോറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും നോമ്പ് നോറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരല്പം ആഹാരം ഉണ്ടാക്കണം. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പട്ടിണി അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ പ്രയാസം വരിക കുടുംബനാഥനാണ്. തന്റെ കുടുംബം, തന്റെ ഭാര്യ, തന്റെ സന്താനങ്ങൾ പ്രയാസപ്പെടുന്നതിൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുക അത് കൺട്രോൾ ചെയ്യുന്ന ആ കുടുംബനാഥനാണ്. അപ്പൊ ഈ ഫക്കീർ ഒരല്പം ആഹാരം വാങ്ങണം, അതിനുള്ള വക വേണം. കയ്യിൽ നാണയങ്ങളൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ നാട്ടില് അങ്ങാടിയിൽ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. കച്ചവടങ്ങൾ മുഴുവനും നാണയങ്ങൾ മാറ്റിക്കൊടുക്കുന്ന സ്വൈറഫിമാരുടെ ഒരു കേന്ദ്രമാണ്. ഇയാള് അങ്ങോട്ട് ചെന്ന്, ഒരു മുസ്ലിമായ ഒരു സൈറഫിയുണ്ട്, നാണയമാറ്റ കച്ചവടം നടത്തുന്ന ഒരാളുണ്ട്. അയാളുടെ അരികെ ചെന്നിട്ട് ഈ ഫക്കീർ ഒരു ദിർഹം നിങ്ങൾ കടമായിട്ട് നൽകണമെന്ന് വളരെ മാന്യമായ രൂപത്തിൽ ഒരു ദിർഹം കടം ചോദിച്ചു. ആ സന്ദർഭത്തിൽ ഈ മുസ്ലിമായ ഈ സൈറഫി നാണയമാറ്റ കച്ചവടക്കാരൻ ഇയാൾക്ക് ഒരു ദിർഹം കടം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട സാധുവിനെ ആട്ടി ഓടിച്ചു. ചൂടായി. ഇയാൾക്കിപ്പോ ഒരു ദിർഹം കൊടുത്താൽ അയാൾ എങ്ങനെ ഇങ്ങോട്ട് തരിക എന്നുള്ളതാണ് അയാൾ ചിന്തിക്കുന്നത്. അയാൾ സത്യത്തിൽ ഒരു മുസ്ലിമാണ്, ആ കച്ചവടക്കാരൻ. പക്ഷെ അയാളെ മുന്നിൽ വന്ന ഈ സാധുവായ ആളെ വളരെ വൃത്തികെട്ട രൂപത്തിൽ, വെറുപ്പിക്കുന്ന രൂപത്തിൽ ഇയാൾ മടക്കി അയച്ചു. ഇയാൾക്കത് വളരെ മാനസികമായിട്ട് വിഷമമായി. മാനസികമായിട്ട് വിഷമമായപ്പോൾ ഇയാള് കരഞ്ഞു. ഈ സാധുവായ ആള് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ നാണയമാറ്റ കച്ചവടക്കാരൻ, ഈ മുസ്ലിമായ കച്ചവടക്കാരന്റെ തൊട്ടടുത്ത കച്ചവടക്കാരൻ ഒരു യഹൂദിയാണ്. ഇയാൾ കരഞ്ഞുകൊണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആ യഹൂദി ആളെ വിളിച്ചു. ഇയാൾ കരഞ്ഞു പോവില്ല, കണ്ണീര് തുടച്ചു പോവാം. യഹൂദി ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ഒരു ദിർഹം കടം ചോദിച്ചു, അദ്ദേഹം എന്നെ ആട്ടി ഓടിച്ചു, അപ്പൊ ആ വിഷമം കൊണ്ട് കരഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ യഹൂദി ചോദിച്ചു, നിങ്ങൾക്ക് ഇന്നിപ്പോ എന്താ ഒരു ദിർഹമിന്റെ പെട്ടെന്ന് ആവശ്യം വന്നതെന്ന് ചോദിച്ചു. ഇയാള് പറഞ്ഞു, ഇന്ന് ആശൂറ ദിനാണ്, മുഹറം 10. എനിക്കും എന്റെ കുടുംബത്തിനും നോമ്പുണ്ട്. അപ്പൊ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങാനാണ് ഞാൻ അദ്ദേഹത്തോട് ഒരു ദിർഹം കടം ചോദിച്ചത്. ഈ മുസ്ലിമായ കച്ചവടക്കാരനോട് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. ഞാൻ ഈ ഒരു ദിർഹം നിങ്ങൾക്ക് സാവകാശം എത്തിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. ഇന്ന് ആശൂറ ദിനല്ലേ, ഒരു മുസ്ലിമായതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്നുള്ള രൂപത്തിൽ ഇയാൾ അതൊക്കെ പറഞ്ഞതാണ്. എന്താ ആശൂറ? ആ മുസ്ലിമായ കച്ചവടക്കാരൻ ഇയാളെ ആട്ടി ഓടിച്ചതാണ്. ഇയാൾ യഹൂദിയോട് പറയാണ്, ഇന്ന് ആശൂറ അല്ലേ, ഇന്ന് മുഹറം 10 അല്ലേ, ഞാൻ എന്റെ കുടുംബത്തിന് അല്പം ആഹാരം വാങ്ങാൻ വേണ്ടിയാണ് ഒരു ദിർഹം കടം ചോദിച്ചത്. അപ്പൊ ഈ യഹൂദി ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു. ഈ നല്ല ഫക്കീറായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു,
മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിർഔനെന്ന സ്വച്ഛാധിപതി അള്ളാഹു നശിപ്പിക്കുകയും ചെയ്ത ദിനമാണിത്. ഇന്ന് നോമ്പ് നോൽക്കാൻ പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചതാണ് എന്ന് ഇദ്ദേഹം ഈ ഫക്കീർ ഈ യഹൂദിയോട് പറഞ്ഞു. അപ്പൊ ഈ യഹൂദി ഉടനെ തന്നെ മേശ തുറന്ന് ഇയാൾ 1 ദിർഹമാണല്ലോ ചോദിച്ചത്, 10 ദിർഹം എടുത്തിട്ട് കൊടുത്തു. 1 ദിർഹമിന് പകരം 10 ദിർഹം എടുത്തിട്ട് ഇയാളെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിന് ആഹാരം വാങ്ങിക്കോളൂ, ഇത് തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞു. മുസ്ലിമായ ആള് 1 ദിർഹമാണ് അയാളോട് കടം ചോദിച്ചത്, അത് ആട്ടി ഓടിച്ചു. ഈ യഹൂദി 10 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ തിരിച്ചു തരണ്ട, നിങ്ങൾ പോയിക്കോളുന്നു. വലിയ ആശ്വാസത്തോടുകൂടെ ഈ ഫക്കീർ തിരിച്ചു പോകും. ഇനി ശ്രദ്ധിച്ചോളൂ, ഇത് കിതാബിലുള്ളൊരു കഥയാണ്, ഒരു സംഭവ കഥ. അന്ന് രാത്രി ഈ മുസ്ലിം സ്വൈറഫി കച്ചവടക്കാരൻ അയാള് കടക്കടച്ച് അന്ന് രാത്രി വീട്ടിൽ പോയി അദ്ദേഹം കടന്നു. അന്ന് രാത്രി അയാൾ ഒരു കിനാവ് കാണാൻ, ചരിത്രത്തിൽ കാണാൻ ഖിയാമത്ത് നാള് വന്നതാണ് അയാൾ കിനാവ് കാണുന്നത്. ഇയാൾ മഹ്ശറയിലാണ്. ഇയാൾ ദാഹിച്ച് വലഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടാണ്. ഇയാൾ കാണുന്നത് മനോഹരമായ ഒരു കൊട്ടാരം. കൊട്ടാരത്തിന്റെ ചുമര് വെളുത്ത മുത്ത്, അതിന് ചൊറുചൊറുക്കുള്ള ചുവന്ന മുത്തിന്റെ ഒരു വാതില്, നല്ല ചൊറുക്കുള്ളൊരു കൊട്ടാരം. ഇയാളാണെങ്കിൽ വല്ലാതെ ദാഹിച്ച് വലഞ്ഞ് ആ കൊട്ടാരത്തിന്റെ അരികെ വെച്ച് ഉറക്കെ ഇയാള് വെള്ളം ചോദിക്കാം. ഈ സന്ദർഭത്തിൽ ഒരു അശരീരി അയാൾ കേൾക്കണം, ഈ കൊട്ടാരം ഇന്നലെ വരെ നിന്റേതായിരുന്നു. ഈ മുസ്ലിമായ കച്ചവടക്കാരൻ അന്ന് രാത്രി കിനാവ് കാണാൻ, ഈ കൊട്ടാരം ഇന്നലെ വരെ നിന്റേതായിരുന്നു. നിന്റെ പേര് ഈ കൊട്ടാരത്തിന്റെ ചുമരിൽ ഉല്ലേഖനം ചെയ്തിരുന്നു. പക്ഷേ ഒരു ഫക്കീറായ ആള് 1 ദിർഹം കടം ചോദിച്ച് നിന്റെ അരികെ വന്നപ്പോ ഉണ്ടായിട്ടും അത് നൽകാതെ അയാളെ മടക്കി അയച്ചതുകൊണ്ട് ഇത് നിനക്ക് നഷ്ടപ്പെട്ടു. പകരം ഇതിന്റെ മേലെ നിന്റെ അയൽവാസിയായ യഹൂദിയുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ മുസ്ലിം കച്ചവടക്കാരന്റെ അയൽവാസിയാണ് നേരത്തെ 10 ദിർഹം കൊടുത്ത ആ യഹൂദി. ഇയാള് ഞെട്ടി ഉണർന്നു. പിന്നെ ഇയാൾക്ക് ഉറക്ക് വരുന്നില്ല. ആ പാവപ്പെട്ട ആള് 1 ദിർഹം ചോദിച്ചു വന്നപ്പോ തിരിച്ചയച്ചതിന് മഹാനഷ്ടം. സ്വർഗത്തിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന കൊട്ടാരം ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. പകരം അയൽവാസിയായ യഹൂദിക്ക് അത് ലഭിച്ചിരിക്കുകയും ചെയ്തു. ഇയാൾ നേരം വെളുത്ത ഉടനെ യഹൂദിയുടെ അരികെ ചെന്നു. യഹൂദിയുടെ അരികെ ചെന്നിട്ട് ഇയാള് യഹൂദിയെ ശരിക്കൊന്ന് സോപ്പിട്ടു. അത് യഹൂദിയോട് പറഞ്ഞു, തന്റെ കച്ചവടക്കാരനായ അയൽവാസിയായ യഹൂദിയുടെ അരികെ ചെന്ന് പറഞ്ഞു, അൻത ജാരി വലി അലൈക ഹഖ് വലി ഇലൈക ഹാജ. നിങ്ങൾ എന്റെ അയൽവാസിയാണ്, നിങ്ങളോട് ചില കടമകളുണ്ട്, നിങ്ങളിൽ എനിക്ക് ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ യഹൂദി ചോദിച്ചു, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. ഈ സമയത്ത് ഈ മുസ്ലിമായ കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ഒരു സാധുവിന് 10 ദിർഹം കൊടുത്തു, ആ 10 ദിർഹമിന്റെ പ്രതിഫലം നിങ്ങൾ എനിക്ക് തന്നു എന്ന് പറയണം. ഞാനതിന് 100 ദിർഹം നിങ്ങൾക്ക് തരാം. ഇന്നലെ നിങ്ങൾ ഒരു സാധുവായ ആൾക്ക് 10 ദിർഹം കൊടുത്തല്ലോ, ആ 10 ദിർഹമിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് നിങ്ങൾ എനിക്ക് വിൽക്കണം. പകരം ഒരു 100 ദിർഹം ഞാൻ ഇപ്പോൾ തന്നെ തരാം. ഈ സമയത്ത് ആ യഹൂദി പറഞ്ഞു, വല്ലാഹി വലാ ബിമിഅതി അൽഫി ദീനാർ, 1,00,000 ദീനാർ തന്നാലും ഇന്നലെ ഞാൻ കൊടുത്ത 10 ദിർഹമിന് എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഞാൻ ഒരിക്കലും തരില്ല. നിങ്ങളെല്ലാം ചിന്തിക്കണം ഈ കഥ. ഈ മുസ്ലിമായ കച്ചവടക്കാരൻ, ഈ അറു പിശുക്കൻ, ആശൂറാ ദിനത്തിൽ ഒരു സാധുവായ ആൾ കടം ചോദിച്ചപ്പോൾ മടക്കി അയച്ചതാ, കൊടുക്കാതെ 1 ദിർഹം അയാൾ ചോദിച്ചത്. അത് കാരണം സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന സൗകര്യം നഷ്ടപ്പെട്ടു. സ്വപ്നത്തിലൂടെ അദ്ദേഹം കണ്ടതാ. പകരം യഹൂദിക്ക് അത് ലഭിക്കുമെന്നാണ് കിനാവ് കണ്ടത്. അതുകൊണ്ടാ യഹൂദിയോട് പറഞ്ഞത് എന്ത്, ഇന്നലെ
നിങ്ങൾ കൊടുത്ത ആ 10 ദിർഹമിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം നിങ്ങൾ എനിക്ക് വിൽക്കണം, എനിക്ക് വിൽക്കണം, അതിന് പകരം ഞാൻ 100 ദിർഹം തരാം. ഇയാൾ പറയുന്നത് 1,00,000 ദീനാർ തന്നാൽ പോലും ഞാൻ അതൊരിക്കലും നൽകില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഞാനത് നൽകി എന്ന് പറഞ്ഞാൽ പോലും ഇന്നലെ നിങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ട ആ കൊട്ടാരം എന്തായിരുന്നാലും നിങ്ങൾക്ക് കിട്ടൂലെന്ന്. ഇയാൾ ആകെ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ഇയാൾ അറിഞ്ഞത്? യഹൂദി, ഞാൻ ഇന്നലെ അങ്ങനെ കിനാവ് കണ്ടത് എങ്ങനെ ഇയാൾ അറിഞ്ഞത്? ഉടൻ തന്നെ മുസ്ലിം കച്ചവടക്കാരൻ ഇയാളോട് ചോദിച്ചു, ഞാൻ ഇന്നലെ അങ്ങനെ ഒരു കിനാവ് കണ്ടു എന്നുള്ളത് നിങ്ങൾ ആരാ അറിയിച്ചതെന്ന് ചോദിച്ചു. ഈ സമയത്ത് മഹാനായ ആ യഹൂദി, ആ നല്ല മനുഷ്യന് പറഞ്ഞു, അല്ലദീ യഖൂലു ലിശ്ശൈഇ കുൻ ഫയകൂൻ വഅന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. യഹൂദി ഉടനെ തന്നെ ഈ മുസ്ലിം കച്ചവടക്കാരനോട് പറഞ്ഞു, ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും, അങ്ങനെ ഉണ്ടാക്കുന്ന അല്ലാഹു ആ കൊട്ടാരം എനിക്കിന്നലെ അതിന്റെ വിവരം അറിയിച്ചതാണ്. യഹൂദി ഉടൻ തന്നെ പറഞ്ഞു, അതോടുകൂടെ വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവനിക്ക് കൂട്ടുകാരില്ല, പങ്കുകാരില്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലും അബ്ദുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഇയാൾ മുസ്ലിമായി എന്നുള്ളതാണ് കഥ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ യഹൂദിയും കിനാവ് കണ്ടിട്ടുണ്ട്. ആ പാവപ്പെട്ട ആൾക്ക് 10 ദിർഹം കൊടുത്ത കാരണത്താൽ അയാൾക്ക് സ്വർഗം ലഭിച്ചത് അയാളും കിനാവ് കണ്ടു. അത് ഇയാൾക്ക് 1 ദിർഹം കൊടുക്കാതെ മടക്കി അയച്ച ആൾക്ക് നിശ്ചയിച്ച കൊട്ടാരമാണ്. അയാളെ പേര് മായ്ച്ചിട്ട് ഇയാളെ പേര് അവിടെ ഉല്ലേഖനം ചെയ്തതെന്നാണ്. സഹോദരാ, ഇതൊരു കെട്ടുകഥയല്ല. നമ്മൾ ചിന്തിക്കണം. ഇവിടെ രണ്ടും കൂടി കൂട്ടി വായിച്ചോളൂ. പരിശുദ്ധ ആശൂറ ദിനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും. ഒരു പാവപ്പെട്ട സഹോദരൻ മനസ്സ് വേദനിച്ചു കൊണ്ടുപോയി. ഒരു പാവപ്പെട്ട ആള് മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം എന്റെ കയ്യിൽ ഇല്ല എന്ന് മാത്രമല്ല, സാധനം അവിടെ ഉണ്ടായിട്ട് ഇയാളെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ആട്ടി ഓടിച്ചു. ഒരൊറ്റ ദിർഹമുകാരനാണ് ഉന്നതമായ സ്വർഗം ആ മുസ്ലിമിനെ നഷ്ടപ്പെട്ടത് എന്നാണ് ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം. എന്തായിരുന്നാലും നോക്കൂ, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, തീർച്ചയായിട്ടും മുത്തഖീങ്ങൾ അവർ തണലുകളിലും അതുപോലെ നദികളിലുമാകുന്നു. വഫവാകിഹ മിമ്മാ യസ്തഹൂൻ, അവർ കൊതിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന പഴങ്ങളിലുമാണവർ. സ്വർഗത്തിൽ തണലുണ്ട്, അവർ ആഗ്രഹിക്കുന്ന പഴങ്ങൾ മുഴുവനും അവിടെയുണ്ട്, എല്ലാവിധ പഴങ്ങളും. അവിടുത്തെ പഴങ്ങളുടെ പ്രത്യേകത തന്നെ, ഒരു മുന്തിരിക്കൊലയാണെങ്കിൽ ആ കുലയിൽ നിന്ന് ഒരു മുന്തിരി നമ്മൾ എടുത്താൽ തൽസ്ഥാനത്ത് വേറൊരു മുന്തിരി വരും. ഒരു മുന്തിരിയിൽ നിന്ന് ഒരൊറ്റ മുന്തിരി നമ്മൾ എടുത്തു കഴിച്ചാൽ ഇനി അടുത്ത മുന്തിരി വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കുന്ന. സ്വർഗത്തിലെ പഴങ്ങൾ കോലത്തിൽ ഒരുപക്ഷെ ദുനിയാവിലെ പഴങ്ങളെ പോലാകാം. നമ്മൾ ആ പഴങ്ങൾ കഴിക്കുമ്പോൾ മലക്കുകൾ നമ്മുടെ അടുത്തുണ്ടാവും. അതുകൊണ്ട് ഒരു പഴം തിന്നുമ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും, അത്രേ നീ തിന്ന് എന്നിട്ട് അഭിപ്രായം പറയാം. അത് തിന്നുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം. എന്ത് ആഗ്രഹിക്കുന്ന പഴങ്ങളും അവിടെ. വീണ്ടും അല്ലാഹു തആല പറയുന്നത് കുലൂ വശ്റബൂ, അവരോട് അല്ലാഹു പറയും അത്രേ, കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹു സ്വർഗാവകാശികളോട് പറയും, കുലൂ, നിങ്ങൾ തിന്നോളൂ, വശ്റബൂ, നിങ്ങൾ കുടിക്കുകയും ചെയ്യോളൂ, ഹനീഅം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അതിന് സന്തോഷപൂർവ്വം തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ഈ ആയത്തിനെ അല്ലാഹു മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നത് കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞുപോയ ദിവസങ്ങൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക്, നല്ല പ്രവർത്തനങ്ങൾക്ക് പകരമായി നിങ്ങൾ സന്തോഷപൂർവ്വം മംഗളമായി തിന്നോളൂ. ആ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അമലുകളും വിട്ടു.
പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്നത് നോമ്പാണ്. ഫർദ് നോമ്പ് പെട്ടു, സുന്നത്ത് നോമ്പ് പെട്ടു. ഇന്നിപ്പോ പ്രബല സുന്നത്ത് നോമ്പാണ്, ശക്തമായ സുന്നത്തുള്ള നോമ്പാണ് ഇന്നും നാളെയും. അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുപ്രധാനമായ 2 നോമ്പാണ് ആശൂറ, താസുആ. മുഹറം 9, മുഹറം 10. ഇതിപ്പോ നമുക്ക് നോമ്പാണ്, നാളെയും കൂടി നമ്മൾ നോമ്പ് നൽകും, നാളെ വെള്ളിയാഴ്ച. ഈ നോമ്പിന് പകരം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നല്ല പ്രതിഫലം. ഇന്നിപ്പോ നോമ്പ് നോറ്റത് കൊണ്ട് ഇത് സുന്നത്താണെങ്കിലും ഈ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇന്ന് മഗ്രിബ് വരെ നമ്മളൊന്നും കഴിക്കാൻ പറ്റില്ല. അത് നിർബന്ധമാണ്, സുന്നത്ത് നോമ്പാണെങ്കിൽ. ഇന്ന് മഗ്രിബ് വരെ നമുക്കൊന്നും കഴിക്കാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം നമുക്ക് കുടിക്കാൻ പാടില്ല. ഒരല്പം പ്രയാസം ഉണ്ടാവും, പക്ഷെ വമ്പിച്ച കൂലിയാണ്. പരിശുദ്ധ റമദാനിൽ 30 ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കണം. ഈ പട്ടിണി കിടക്കുന്നത് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാ? ഒരിക്കലുമല്ല. ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടാ? അതുമല്ല. ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, കഴിക്കാനുള്ള കഴിവുണ്ട്, കയ്യെത്തുന്ന ദൂരത്ത് സാധനമുണ്ട്. എന്നിട്ടും പ്രഭാതം മുതൽ പ്രദോഷം വരെ അവൻ അതെല്ലാം ഒഴിവാക്കിയത്, ത്യജിച്ചത് ശരീരത്തിനൊട്ടും ഇഷ്ടമില്ല. ശരീരത്തിന് ആരോഗ്യം ലഭിക്കും, ആമാശയത്തിന് റെസ്റ്റ് കൊടുക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം കൂടും. അതേസമയം ദേഹേച്ഛക്കെതിരാണത്. ശരീരം ഇച്ഛിക്കുന്നത് യഥേഷ്ടം വെള്ളം കുടിക്കാനും യഥേഷ്ടം ഭക്ഷണം കഴിക്കാനും ഒരു ലിമിറ്റുമില്ലാതെ കുടിക്കും, തിന്നും. ശരീരത്തിന് ആനന്ദം അതാണ്. എന്നാൽ നോക്കൂ, ആത്മാവിന് രസം നോമ്പനുഷ്ഠിക്കലാണ്, ശരീരത്തിന് രസം അത് ഇല്ലാതിരിക്കലാണ്. ശരീരത്തിന്റെ രസമാണ്, ആ ഭാഗമാണ് പലപ്പോഴും വിജയിക്കുക. അപ്പൊ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് നോറ്റ ആളുകളോട് നാളെ പരലോകത്ത് അള്ളാഹു പറയും, തിന്നോളൂ, കുടിച്ചോളൂ, ഇനി നോമ്പൊന്നുമില്ല. ഇഷ്ടംപോലെ മംഗളമായി കുടിക്കാനും മറ്റും അള്ളാഹു കൽപ്പിക്കാനുള്ള കാരണം അത്. എന്നാൽ റമദാനിലെ ഒരു 30 നോമ്പ്, 5 വക്ത് നിസ്കാരം, എന്നാൽ ഇതുപോലെ സുന്നത്തായ നിസ്കാരവും സുന്നത്തായ നോമ്പുകളും വേറെയും വരുന്നുണ്ട്. സുന്നത്തേ ഉള്ളൂ, എടുത്തില്ലെങ്കിൽ കുറ്റൊന്നുമില്ല. എന്നാലും എടുത്തിട്ടില്ലെങ്കിൽ ചോദ്യം ചോദിക്കുമല്ലോ, എന്തുകൊണ്ട് പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് നീ എടുത്തില്ല? നേരത്തെ നോമ്പ് ഖളായുള്ള ആളുകളുണ്ടാവും റമദാനിൽ. റമദാനിൽ നോമ്പ് ഖളായവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സുന്നത്ത് നോമ്പിന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ ഖളാഹ് നീയത്ത് വെക്കലോടുകൂടെ സുന്നത്തുകൂടി കരുതിയാൽ ഖളാഹ് വീടുകയും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഇന്നിപ്പോ നോമ്പ് ഒരാൾ നോറ്റിട്ടുണ്ട്, പക്ഷെ റമദാനിൽ ഖളാ ആയതാണ് നോറ്റത്, അത് മാത്രം നിയ്യത്ത് വെച്ചു, എന്നാൽ അത് വീടും, ഖളാഹ് വീടും. താസുആ നോമ്പിന്റെ കൂലി അവനിക്കില്ല. ഇന്ന് നോമ്പുണ്ടായതുകൊണ്ട് നാളെ പരലോകത്ത് എന്തുകൊണ്ട് നീ നോമ്പ് നോറ്റില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അവൻ ഒഴിവാകും. നിയ്യത്തിൽ കരുതിയാലേ കൂലിയുള്ളൂ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നോറ്റില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്. നമുക്ക് മിക്കവാറും ഖളാ ഉണ്ടാവില്ല. നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് മിക്കവാറും റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിയിട്ടുണ്ടാവില്ല. ആർത്തവം കാരണം ഖളാ ആയ നോമ്പ് അടുത്ത റമദാൻ നോമ്പ് വീട്ടിയാൽ മതിയല്ലോ. പറഞ്ഞു കൊടുക്കണം, നാളെ മുഹറം 10 നോമ്പെടുക്കുമ്പോൾ അതിന്റെ നിയ്യത്തോടു കൂടെ ആ നഷ്ടപ്പെട്ടത് ഖളാവ് കൂടി കരുതിയാൽ രണ്ടും ലഭിച്ചു. ഖളാവ് വീടി, സുന്നത്തിന്റെ കൂലി ലഭിച്ചു. സുന്നത്ത് മാത്രം കരുതിയാൽ ഖളാവ് വീടൂല, ഖളാവ് മാത്രം കരുതിയാൽ ഖളാവ് വീടും, സുന്നത്തിന്റെ കൂലി കിട്ടൂല. എന്തുകൊണ്ട് സുന്നത്തെടുത്തില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുന്നു. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നും നാളെയും. പ്രത്യേകിച്ച് നാളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത് അത് മുഹറം 10. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തത് മുഹറം 10. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തത് മുഹറം 10. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു അധികാരം കൊടുത്തത് മുഹറം 10. ദാവൂദ് നബിക്ക് അള്ളാഹു സ്ഥാനം കൊടുത്തത് മുഹറം 10. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. ലോക ചരിത്രത്തിൽ ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നാണ്. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് മുഹറം 10-നാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയത് മുഹറം 10-നാണ്. അനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് നാളെ. നമുക്ക് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് രോഗങ്ങൾ നമ്മെ വല്ലാതെ വേട്ടയാടുന്ന കാലമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ സർക്കാർ എന്തൊക്കെ ആനുകൂല്യങ്ങളും എന്തൊക്കെ പദ്ധതികളുമാണ് ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ആരോഗ്യകിരണം, 18 വയസ്സ് അതിനിടയിൽ കുട്ടികൾക്ക് കിഡ്നി നഷ്ടപ്പെട്ടാൽ തികച്ചും സൗജന്യമായിട്ട് ചികിത്സിക്കാനുള്ള വകുപ്പ്, അതാണ് ആവിഷ്കരിക്കുന്നത്. ഡയാലിസിസ് സെന്ററുകൾ നിരന്തരം തുടങ്ങുകയാണ്. അതായത് കിഡ്നി നഷ്ടപ്പെടുന്നത് അത് നമുക്ക് കൂടുകയാണ് എന്നർത്ഥം. സഹോദരാ, ഈ സമയത്ത് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യേണ്ടതാണ്. ഇത് മുഹറം 9-ആണ്, പ്രത്യേകിച്ച് നാളെ മുഹറം 10-ആണ്. ഇതുപോലെ ഒരു മുഹറം 10-നാണ് സയ്യിദനാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തത് എന്നത് നമുക്ക് സന്തോഷത്തിന് വക നൽകുന്നതാണ്. നിരാശപ്പെടാൻ പാടില്ല. നമുക്ക് വേഗം നിരാശ വരും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ സംബന്ധമായിട്ട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ വഅൻത അർഹമുർ റാഹിമീൻ. മുത്തഖീങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. മുത്തഖീങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ നിന്ന് തന്നെ ക്ഷമിച്ചതിന്റെ കൂലി നൽകുമെന്നതിന്റെ ഒരു ഉദാഹരണം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അയ്യൂബ് നബി, അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് അയ്യൂബിനെ ഓർക്കണം. അയ്യൂബ് നബി നിങ്ങൾ ഓർക്കണം. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, വിഷമം എന്നെ ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണല്ലോ. എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചില്ല. എന്ത് പറഞ്ഞു? അത് അദ്ദേഹത്തിന്റെ മര്യാദയാണത്. അല്ലാഹുവോട് അദ്ദേഹം പറഞ്ഞത്, പടച്ചവനെ, മഹാവിഷമം എന്നെ ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണല്ലോ. എത്രമാർത്താ പറഞ്ഞത്? അസ്വസ്ഥത പ്രകടിപ്പിച്ചില്ല. അയ്യൂബ് നബി എന്ന് പറഞ്ഞ ചരിത്രത്തിലെ വലിയ മുതലാളിയായിരുന്നു. അദ്ദേഹം മിസ്കീന്മാരുടെ പിതാവായിരുന്നു. ചരിത്രം പറയുന്നു, അദ്ദേഹം വിധവകളെ സഹായിച്ച ആളായിരുന്നു. അദ്ദേഹം ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ വല്ലാതെ താല്പര്യം കാണിച്ച ആളായിരുന്നു. അയ്യൂബ് നബി മറ്റുള്ള ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് സൽക്കരിക്കുമായിരുന്നു. അയ്യൂബ് നബിയുടെ പിതാവ് ചരിത്രത്തിലെ മഹാമുതലാളിയായതുകൊണ്ട് വാപ്പാന്റെ സ്വത്ത് അനന്തരം ലഭിച്ചതാ. ഒരുപാട് സ്വത്തുണ്ട്. മാത്രമല്ല ഒരു ഡസനിലധികം മക്കളുമുണ്ട്, എല്ലാ ആൺകുട്ടികൾ. അയ്യൂബ് നബിക്ക് നല്ല സൗഖ്യമായിരുന്നു. പക്ഷെ നോക്കൂ, പ്രവാചകനായ അയ്യൂബ് നബിയെ അള്ളാഹു മഹാപരീക്ഷണത്തിന് വിധേയനാക്കി. അയ്യൂബ് നബിയുടെ മുഴുവൻ കുട്ടികളും മരിച്ചുപോയി. അയ്യൂബ് നബിയുടെ മുഴുവൻ സമ്പത്തും നഷ്ടപ്പെട്ടു പോയി. മുതലും പോയി, മക്കളുമില്ല. നബിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അത്രയിലൊരു വാഹത്താണ്, അതും നഷ്ടപ്പെട്ടു. അയ്യൂബ് നബിക്ക് വലിയ രോഗം പിടിപെട്ടു. ശരീരമാസകലം മുറിവ് വന്നു. അയൽവാസികളില്ല, നാട്ടുകാരില്ല, മക്കളില്ല, മുതലില്ല. തന്റെ ഭാര്യ റഹ്മത്ത് ബീവി മാത്രം, വേറെ ആരുമില്ല. ഒരുപാട് കൊല്ലങ്ങൾ രോഗിയായിട്ട് കിടന്നു. അള്ളാഹുവിലേക്കെല്ലാം തവക്കുലാക്കി, വേവലാതിപ്പെട്ടില്ല. റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അള്ളാന്റെ പരീക്ഷണം. അവസാനം ഒരു മുഹറം 10 സയ്യിദനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആയിരുന്നു. അതിന് കാരണമുണ്ട്. ഇതുവരെ ദുആ ചെയ്തില്ല. ദുആ ചെയ്യാനുള്ള കാരണം മുറിവ് നാവിലേക്കും വരികയാണ്. ഇനി അപ്പൊ ദിക്റും മുടങ്ങാൻ പോവാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കാനാണ് ആ സന്ദർഭത്തിൽ അങ്ങനെ ദുആയിരുന്നു. അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. അയ്യൂബ് നബിയോട് അള്ളാഹു കാലിട്ടടിക്കാൻ പറഞ്ഞു. കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഒന്നായിട്ട് വെള്ളം ഉയർന്നു വന്നു. ആ വെള്ളം കുടിക്കാനും അതുപോലെ ആ വെള്ളം കൊണ്ട് കുളിക്കാനും പറഞ്ഞു. അയ്യൂബ് നബി ആ വെള്ളം ശരീരത്തിലൊഴിച്ചു. അതോടുകൂടെ അയ്യൂബ് നബി നല്ല സൗന്ദര്യമുള്ള അവസ്ഥയിലായി. എല്ലാ മുറിവും പോയി. ആ നിമിഷം തന്നെ പോയി.
അയ്യൂബ് നബിയുടെ ശരീരത്തിലുള്ള മുഴുവൻ മുറിവുകളും പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ യൗവനഘട്ടത്തിലേക്ക് പോയി. ഇത് പറ്റപ്പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ യൗവനഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ അദ്ദേഹത്തിന് 90 വയസ്സോളായിട്ടുണ്ട്. രോഗാവുമ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചപ്പോൾ 35 വയസ്സുള്ള അവസ്ഥയിൽ എങ്ങനെയാണ്? അത്തരം അവസ്ഥയിലേക്കാണ് തിരിച്ചുകൊണ്ടുപോയി. നമ്മളിപ്പോ എത്ര വലിയ ഡോക്ടർ എഴുതിയ ഓയിൽമെന്റ് ആണെങ്കിലും അത് ആണ് ശരീരത്തിൽ പുരട്ടുമ്പോഴേക്ക് മുറി മാറൂല. എങ്കിൽ സഹോദര, അയ്യൂബ് നബി ആ വെള്ളം ശരീരത്തിലാക്കുമ്പോഴേക്ക് എല്ലാ മുറിവും അതോടുകൂടെ പോയി. എല്ലാം പോയി. എല്ലാം സുന്ദരമായ അവസ്ഥ. റഹ്മത്ത് ബീവി ഇത് കണ്ടാകെ അത്ഭുതപ്പെട്ടു പോയി. തന്റെ ഭർത്താവ് മാറിയോ? നേരത്തെ തന്റെ ഭർത്താവ് നേരത്തെ ആ നല്ല ഘട്ടത്തിൽ, ആ പുഷ്പിത ഘട്ടത്തിൽ എങ്ങനെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്ന്. അള്ളാഹു താല റഹ്മത്ത് ബീവിയെയും അതേ അവസ്ഥയിലാക്കി. നല്ലോണം ക്ഷമിച്ചത് കൊണ്ട് അള്ളാഹു കൊടുത്തതാണല്ലോ. റഹ്മത്ത് ബീവിക്കും അതേ അവസ്ഥ അള്ളാഹു കൊടുത്തു. മാത്രമല്ല ഖുർആൻ തന്നെ പറയുന്നത് ഒരു മുഹറം 10 നടന്ന അത്ഭുതമാണത്. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ളുർ വആതൈനാഹു അഖ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അല്ലാഹു തആല തുടർന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ ദുആ നമ്മൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിനെ നീക്കിക്കൊടുത്തു എന്ന് മാത്രമല്ല, വആതൈനാഹു അഖ്ലഹു, അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന് നാം തിരിച്ചു നൽകി. വമിസ്ലഹും മഅഹും, അവരെ പോലത്തത് അത്ര കൂടി നൽകി. അതിന്റെ അർത്ഥം എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി ഇതിന്റെ ശേഷം 26 പ്രാവശ്യം പ്രസവിക്കുകയും 26 ആൺകുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. 1, 2 അല്ല, 26 ആൺകുട്ടികൾ. ഒരു നഴ്സറി മതിയാവില്ല. ക്ഷമിച്ചതിനുള്ള പ്രതിഫലമാണ് സഹോദര ഇത്. അയ്യൂബ് നബി നല്ലോണം ക്ഷമിച്ചു. ഞാനൊരു നബിയായിട്ടും എന്തേ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ആക്കെ പടച്ചോന്റെ പരീക്ഷണം. അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു തആല അതിന്റെ ശേഷം 26 കുട്ടികളെ കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത്, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വ്യാഖ്യാനിക്കുന്നത്, അയ്യൂബ് നബിയുടെ മരിച്ചുപോയ കുട്ടികളെ അതുപോലെ അല്ലാഹു ഇറക്കി കൊടുത്തു. ഇരട്ടി കുട്ടികളെ വീണ്ടും അവർ ഗർഭം ധരിക്കുകയും ചെയ്തു. അതാണ് 26 കുട്ടികൾ എന്നാണ്. അപ്പൊ മരിച്ചുപോയ 13 മക്കളെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തു. പിന്നൊരു 13 കുട്ടികളെ വേറെയും കൊടുത്തു. ഇങ്ങനെയാവാന്ന് പറയുന്ന ചില്ലറക്കാരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ആധികാരികമായിട്ട് വിശദീകരിച്ചത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, രോഗങ്ങൾ വല്ലാതെ കൂടി വരുമ്പോൾ നിരാശപ്പെടരുത്. നമ്മളും അയ്യൂബ് നബി തമ്മിലുള്ള വ്യത്യാസം എന്താ? മഹാന്മാർ പറയുന്നത്, ഒരു കാറ്റടിക്കുന്ന സമയത്ത് ഒരു പൂവിനെ തലോടി ആ മന്ദമാരുതൻ പോകുമ്പോ ആ പൂവിൽ നിന്ന് സുഗന്ധം പരക്കും. ഒരു പൂവുണ്ട് ഒരു ഭാഗത്തൊരു ശവം. കാറ്റടിച്ചു, കാറ്റ് ആ പൂവിനെ തലോടി പോവാണ്. സഹോദര, കാറ്റിന്റെ ദിശയനുസരിച്ച് ആ പൂവിന്റെ നറുമണം പകർന്നു പോകും. ആ കാറ്റ് അത് വ്യാപിക്കും. എന്നാൽ അതേ കാറ്റ് ആ ശവത്തിനെ തലോടി പോകുമ്പോൾ ആ ശവത്തിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധവും വമിക്കും. ഇതുപോലെയാണ് നമ്മളും അയ്യൂബ് നബി ഒന്ന്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് രോഗം വന്നപ്പോൾ അതിനെ ഒരു പൂമാല പോലെ അദ്ദേഹം സ്വീകരിച്ചു. നേരെ മറിച്ച് അത്തരത്തിലുള്ള രോഗം നമുക്ക് വരുമ്പോൾ നമ്മളാകെ നിരാശപ്പെട്ടു പോകും. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന പോലും നോക്കൂ. ഈ അടുത്ത് യാത്രയിൽ ഒരു പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടു. ലൗഡ് സ്പീക്കറിലുള്ള പുറത്തു വിട്ടിട്ടുണ്ട്. കൊണ്ടറബ്ബേ എന്ന് പറഞ്ഞ് എന്തോ ഒരു ചോദ്യം ചോദിക്കണേ. അറിയാത്ത ആളുകളാണെങ്കിൽ ഈ റബ്ബ് എന്ന് പറഞ്ഞ ആളെ പള്ളിന്റെ ഉള്ളിലിട്ട് തല്ലുണ്ടോ തോന്നിപ്പോവും. ആചാര്യ ചോദ്യം ഇതിന് തന്നിട്ടില്ലെങ്കിൽ വിവരണം അറിയുന്നു പറയുന്ന പോലെയാണ്. അള്ളാഹിന്റെ ഔലിയാക്കൾക്കുണ്ട് അങ്ങനെ ഒരു ചോദ്യം. അത് ഔലിയാക്കളാ. ഔലിയാക്കളുടെ 4000 പോലും എത്താൻ കഴിയാത്തവൻ വെറുതെ ജാട കാണിക്കാൻ വേണ്ടി ആളെ കുപ്പിയിലാക്കാൻ വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്. കാര്യമില്ല. അതും ലൗഡ് സ്പീക്കറുടെ പുറത്ത് വിട്ട് പരപര വല്ലാത്തൊരു ആഭാസം.
അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കും മര്യാദ കാട്ടിയത്. റബ്ബേ എന്റെ രോഗം മാറ്റിക്കൊണ്ടാ എന്നല്ല പറയുന്നത്. റബ്ബേ ഇന്നി മസ്സനി അല്ലാഹു വ അൻത അർഹമുർ റഹീമീൻ. ഇതൊരു മുഹറം 10 നടന്നതാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലോണം ദ്വാരക്കണം. അല്ലാഹു നമ്മിലുള്ളവരുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുമാറാവട്ടെ. ജയിലുകളിൽ കഴിയുന്ന അനവധി ആളുകളുണ്ട്. മുഹറം 10 ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കഥയുണ്ട്. സയ്യിദനാ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10 ഇനി അതിലേറെ അദ്ദേഹം നിരപരാധിയാണ്. എന്നാൽ നോക്കൂ, സയ്യിദനാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അതും ഒരു മുഹറം 10 അതും ജയിലായിരുന്നല്ലോ. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഹിജറ പോയ യൂനുസ് നബി ചെറിയൊരു പാൾട്ട് പറ്റി, അള്ളാഹിന്റെ സമ്മതമല്ലാതെ പോയി നൽകും. ആ ഒറ്റ കാരണത്താലാണ് അദ്ദേഹം എന്റേത് വെള്ളത്തിലേക്ക് ചാടേണ്ടി വന്നു കപ്പലിൽ നിന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ യജമാനന്റെ സമ്മതമില്ലാതെ ആരെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ യാത്ര പോകുന്ന കപ്പൽ നടുക്കടലിൽ അവിടെ നിൽക്കും, പിന്നെ പോകില്ല. അതാണ് അന്നത്തെ ചുറ്റുപാട്. ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ സ്വീകരിക്കുന്നില്ല. അപ്പൊ യൂനുസ് നബി സതുദ്ദേശത്തോടുകൂടെ ഈ നാട്ടുകാർ കേൾക്കുന്നില്ലെങ്കിൽ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി പോയതാണ്. പക്ഷെ അനുമതി ഇല്ലാത്തതിന് മുമ്പ് പോയി. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറിയ കപ്പലും നടുക്കടലിൽ നിന്നു. കപ്പിത്താൻ വന്നിട്ട് ചോദിച്ചു, ഇവിടെ യജമാനന്റെ സമ്മതമില്ലാതെ ഒളിച്ചോടുന്നവർ ആരോ ഉണ്ട് ഇതിൽ? ആരാണ്? ആരും ഒന്നും മിണ്ടിയില്ല. കപ്പിത്താൻ എല്ലാ യാത്രക്കാരുടെ പേരുകളൊക്കെ ചോദിച്ചു. നറുക്കിട്ടപ്പോ നറുക്ക് വീണത് യൂനുസ് നബി. ഒന്നുകൂടി ഇട്ടു, അതിലും യൂനുസ് നബിന്റെ പേര്. മൂന്നാമതും പരീക്ഷിച്ചു, അതിലും യൂനുസ് നബിന്റെ പേര്. അതോടുകൂടെ യൂനുസ് നബിയോട് കടലിൽ ചാടാൻ പറഞ്ഞു. നല്ല കപ്പലിൽ പോകും, ബാക്കിയുള്ളവർക്ക് യാത്ര പോകണ്ടേ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിലേക്ക് ചാടലോടെ കൂടെ വലിയൊരു തിമിംഗലം അദ്ദേഹത്തിനെ വിഴുങ്ങി. തിമിംഗലം നേരെ കടലിന്റെ ആഴിയിലേക്ക് പോയി. യൂനുസ് നബി ആകെ പേടിച്ചു പോയി. ഖുർആൻ പറയുന്നുണ്ട്, ദുന്നൂനിനെ ഓർക്കണം. ദുന്നൂൻ, നൂന് പറഞ്ഞാൽ മീന് എന്നർത്ഥം. മീനിന്റെ ആള് മൂപ്പർക്ക് പേര് കൊടുക്കും. അപ്പൊ കുട്ടി ഒരു കുടുക്കെടുത്തിട്ട് തലയിലിട്ടില്ലേ, അത് കുടുങ്ങിപ്പോയി. എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അവസാനം പിന്നെ ഫയർഫോഴ്സിക്ക് വിളിച്ച് അവർ വന്ന് കട്ടർ ഉപയോഗിച്ച് കുടുക്കെടുത്തു. അത്ഭുതകരമായിട്ട് കുട്ടി രക്ഷപ്പെട്ടു. കുട്ടിക്ക് പേര് കുടുക്കക്കുട്ടി. ഇനി ഈ കുട്ടി എവിടെയെങ്കിലും ഒന്ന് വിരുന്ന് പോകുമ്പോ വർത്താനം പറയുമ്പോ ഓനെന്നാണല്ലേ ആ കുടുക്കത്തലയിൽ കുടുങ്ങിയത്? ആ ഓൻ തന്നെയാണ് ആ കുടുക്കക്കുട്ടി. ഇനി ഓന്റെ കല്യാണം ഉണ്ടാവുമ്പോഴും അങ്ങനെ തന്നെ പറയാം. പിന്നെ ഓനൊരു കുട്ടി ജനിക്കുമ്പോ ഇത് കുടുക്കക്കുട്ടിയുടെ കുട്ടിയാണെന്ന് പറയും. ഇനി ആ കുട്ടി റബീഉൽ അവ്വലിൽ നല്ല പാട്ട് പാടുമ്പോ പാട്ട് ഉഷാറാണെങ്കിൽ ആ കുട്ടി ആരെ കുട്ടിയാ? അപ്പോഴും പറയുന്നത് ഇത് കുടുക്കക്കുട്ടിന്റെ കുട്ടിയെന്ന് അറിയാം അല്ലെ, പേര് കൂടും. നോക്കൂ നിങ്ങൾ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടത് കൊണ്ടാണ് ദുന്നൂൻ എന്ന് പേര് വന്നത്. റബ്ബിട്ട പേരാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ പേടിച്ചു പോയി. കാരണം ഭയങ്കര ഇരുട്ട്. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും കഥ? ജീവൻ പോവും. കാരണം കടലിന്റെ അടിയിലല്ലേ പോകുന്നത്. മത്സ്യത്തിന്റെ വയറ്റിലാണെങ്കിലും കടലിന്റെ അടിയിലാണല്ലോ, എങ്ങനെ ജീവൻ കിട്ടുക? അല്ലാഹു തആല മത്സ്യത്തോട് പറഞ്ഞു അത്രേ, ഇത് എന്റെ പ്രവാചകനായ യൂനുസ, നിനക്ക് ഭക്ഷണമില്ല. സമ്മതല്ലാതെ ഹിജറ പോയി എന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചെറിയ ഒരു ശിക്ഷയാണ്. നിനക്ക് ഭക്ഷണമല്ല, വയറ്റിലിട്ടിട്ട് എന്റെ യൂനുസിനെ ഞെരുക്കരുത്. രാത്രിയിലെ ഇരുട്ടും കടലിന്റെ ആഴിയിലെ ഇരുട്ടും സഹോദര മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ടും 3 ഇരുട്ടുകൾ കൂടി. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഫനാദാ ഫിൽ ളുലുമാത്. ആ ഇരുട്ട് കടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ വേറെ ഇലാഹില്ല, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയി. അദ്ദേഹം അങ്ങനെ ആ തസ്ബീഹ് ചൊല്ലാനൊരു കാരണമുണ്ട്. കടലിന്റെ അടിയിലേക്ക് ആ തിമിംഗലം പോയതോടുകൂടെ മത്സ്യങ്ങളുടെ തസ്ബീഹ് അള്ളാഹു കേൾപ്പിച്ചു യൂനുസ് നബിക്ക്. മത്സ്യങ്ങൾ തസ്ബീഹ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാത്തതുകൊണ്ടാ. മത്സ്യങ്ങൾ മാത്രമല്ല സഹോദര, നമ്മുടെ ഈ പള്ളിയുടെ ഈ ചുമരുകൾ, ഈ തൂണുകൾ, ഈ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും, നമ്മൾ കാണുന്നതും കാണാത്തതുമായ അള്ളാഹ് സൃഷ്ടിച്ച സകല വസ്തുക്കളും അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്.
യുസബ്ബിഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അങ്ങനല്ലേ ഖുർആൻ പറഞ്ഞത്? ആകാശഭൂമികൾക്കിടയിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. കടലിന്റെ അടിയിലുള്ള അനേകായിരം കോടി മത്സ്യങ്ങൾ സദാസമയം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്. അത് നേരെ കേൾപ്പിച്ചു കൊടുത്തു യൂനുസ് നബിക്ക്. അപ്പൊ യൂനുസ് നബിക്ക് ഭയങ്കര അത്ഭുതം. ആ മൂപ്പരും ചെല്ലാൻ തുടങ്ങി. അദ്ദേഹം ചൊല്ലിയത് അദ്ദേഹം ഒരു തൗബ ചെയ്യും പോലെ ഒരു തെറ്റ് പറ്റി. ചെറിയ തെറ്റാണ്, അത് മൈൻഡ് ചെയ്തു. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയ തെറ്റ് ചെയ്താലും മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ കുറെ ചെയ്യും. അതൊന്നും അത്ര വലിയ വിഷയമല്ല എന്നല്ലല്ലോ കരുതേണ്ടത്. അല്ലാഹുവേ, നീ അല്ലാതെ വേറെ ഇലാഹില്ല, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. 40 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം ചൊല്ലി. അദ്ദേഹം തസ്ബീഹ് ചെല്ലുന്ന അള്ളാഹു മത്സ്യങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ മത്സ്യങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നു അത്രേ, പടച്ചോനെ, ഒരു മനുഷ്യൻ തസ്ബീഹ് ചെല്ലുന്നത് കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. ഒരു ഗരീബായ ആളെ കാണുന്നില്ല. ഒരാള് കടലിന്റെ ആഴിയിൽ തസ്ബീഹ് ചെല്ലുന്നത് കേൾക്കുന്നുണ്ട്. അല്ലാഹു തആല മത്സ്യങ്ങൾക്ക് ദിവ്യബോധനം നൽകി. അത് എന്റെ പ്രവാചകനായ യൂനുസാണ്. അത് ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ വെച്ചാണ് ആ ചൊല്ലുന്നത്. എനിക്ക് എതിര് പ്രവർത്തിച്ചു, ചെറിയൊരു പ്രശ്നം, സമ്മതമില്ലാതെ എതിരെ പോയി, അതിനുള്ളൊരു ശിക്ഷയാണ്. 40 ദിവസം തുടർച്ചയായി അതിന്റെ ഉള്ളിൽ കിടന്നു. അവസാനം യൂനുസ് നബി മുഹറം 10 അന്ന് വരെ യൂനുസ് നബി ചൊല്ലി. മുഹറം 10 അന്ന് തിമിംഗലം മുകളിലേക്ക് വന്നു, മൂപ്പരെ കടലിലെ കടപ്പുറത്തേക്കാണ് തള്ളി. കത്തി നിൽക്കുന്ന സൂര്യനെ താഴെ വെയിലേറ്റ് കടന്നു. ആര്? യൂനുസ് നബി. പറ്റ അവശനായിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ അരികെ ഒരു ചൊരങ്ങ മരത്തെ മുളപ്പിച്ചു. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. കെട്ടുകഥല്ല, ഖുർആൻ നേരെ പറഞ്ഞത്. അതിന്റെ ഇലകൾ അദ്ദേഹത്തിന് തണലേക്ക്. ഒരൊട്ടകം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹയിലേക്ക് പാല് ചുരത്തി കൊടുത്തു. ഒട്ടകം നല്ല ഫ്രഷ് പാല് നേരെ കൊടുത്തു, ഒട്ടകത്തിന്റെ പാല്. അതോടുകൂടി അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടി. സഹോദരായുധം ഒരു മുഹറം 10 യൂനുസ് നബിക്ക് ജയിലായിരുന്നു സത്യത്തിലെ മത്സ്യത്തിന്റെ വയർ. മഹാനായ യൂസുഫ് നബിക്ക് ഒറിജിനൽ ജയില്. 2 പേരും രക്ഷപ്പെട്ടത് മുഹറം 10. ലോകത്ത് ജയിലുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സത്യവിശ്വാസികളുണ്ട്. അള്ളാഹു അവർക്ക് രക്ഷ നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറമിന്റെ ബർക്കത്ത് കൊണ്ട് അമ്പിയാക്കൾക്ക് രക്ഷ ലഭിച്ച പരിശുദ്ധമായ ദിനം വരുമ്പോൾ ലോകത്തെ സത്യവിശ്വാസികൾ ലോകത്തിന്റെ പല ഭാഗത്ത്, ഗുവാണ്ടനാമോയിൽ, ക്യൂബയിൽ, അമേരിക്കയിലെ ബ്ലാക്ക് സൈറ്റ് എന്ന പേരിൽ ഒരുപാട് രഹസ്യ കേന്ദ്രങ്ങളിൽ, ഇന്ത്യൻ ജയിലുകളിൽ നിരപരാധികൾ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് രക്ഷ നൽകുമാറാവട്ടെ. ഇന്ത്യയിൽ തന്നെ ചില സ്ഫോടനങ്ങളുടെ പേരിൽ നിരപരാധികളായ എത്ര മുസ്ലിം സഹോദരങ്ങൾ നിരപരാധികൾ അതിഭീകരമായ രൂപത്തിൽ, ബീഭത്സമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട് തടങ്കലിൽ കഴിയുന്നവർ. അള്ളാഹു അവർക്ക് രക്ഷ നൽകുമാറാവട്ടെ. നമ്മൾ നല്ലോണം ദുആ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ നോക്കൂ, സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ ഗൂഢതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതൊരു മുഹറം 10. അതുപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടതും അത് മുഹറം 10. അതുപോലെ ഗൂഢതന്ത്രങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവർ ഒരുപാടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും. അള്ളാഹു അവർക്ക് രക്ഷപ്രദാനം ചെയ്യുമാറാവട്ടെ. കണ്ണ് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്. കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് നമ്മളറിയാം. ഉദാഹരണത്തിന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, അത്ര സുലൈമാൻ, ദാവൂദിന്റെ മകനായ സുലൈമാൻ, അങ്ങേക്ക് അള്ളാഹു മഹാ അനുഗ്രഹമാണല്ലോ നൽകിയത്. എന്താണ്? ലോകത്തിന്റെ മുഴുവനും അധികാരം നൽകി. ലോകം അടക്കി ഭരിച്ച 4 പേരിൽ ഒരാളാണ് സയ്യിദുനാ സുലൈമാൻ നബി. സുലൈമാൻ നബിയോട് പറയാണ്, അങ്ങേക്ക് ലോകത്തിന്റെ മുഴുവനും ആധിപത്യവും ലഭിച്ചില്ലേ, അധികാരം, അങ്ങ് വലിയ ഭാഗ്യവാനാണ്. സുലൈമാൻ നബി പറഞ്ഞത്, മോനെ, എന്നെക്കാൾ ഭാഗ്യവാൻ താങ്കളാണ്. എന്താ കാരണം? എന്റെ രാജാധികാരത്തെക്കാൾ വലുത് ഒറ്റവട്ടം താങ്കൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയലാവുന്നു. താങ്കൾ ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ രാജാധികാരത്തെക്കാൾ വലുത് അതാവുന്നു. അദ്ദേഹം ചോദിച്ചു, അതെന്തുകൊണ്ടാണ് സുലൈമാൻ നബി? സുലൈമാൻ നബി പറഞ്ഞു, എന്റെ അധികാരം നീങ്ങിപ്പോകുന്നതാണ്. ഒരൊറ്റവട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അത് ഒരിക്കലും നീങ്ങിപ്പോകില്ല, അതിന്റെ പ്രതിഫലം ഉറച്ചുപോയി.
ഇസ്മായിലുൽ ഹഖ് റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നത്, ഒരു സുബ്ഹാനല്ലാഹ്ക്ക് സുലൈമാൻ നബിയുടെ രാജാധികാരത്തെക്കാൾ വണ്ണമുണ്ടെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹയേക്കാൾ വലുതാണ് സഹോദര അള്ളാന്റെ വചനങ്ങൾ. ആ അള്ളാന്റെ വചനങ്ങൾ നാവ് കൊണ്ട് നമ്മൾ ഉരുവിടുമ്പോൾ അതിന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്രയാണ്? അത് കണ്ടുകൊണ്ട് ഓതുമ്പോൾ അതിന്റെ പ്രതിഫലം വല്ലാതെ കൂടും. കണ്ണിന്റെ കാഴ്ച ഞാൻ പറഞ്ഞത്, കണ്ണിന്റെ കാഴ്ച നമ്മൾ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ നോക്കി ഓതുമ്പോൾ, കാണാതെ അറിയുന്നവൻ നോക്കി ഓതുമ്പോൾ സഹോദര അതിനെത്ര പ്രതിഫലമാണ്. ഒറ്റവട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അത് സുലൈമാൻ നബിയുടെ അധികാരത്തെക്കാൾ വലുപ്പമുണ്ടെങ്കിൽ നമ്മൾ അള്ളാന്റെ വചനങ്ങൾ നാവ് കൊണ്ട് ഉരുവിടുമ്പോ, കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ ഉരുവിടുമ്പോൾ അതിനെത്ര പ്രതിഫലമാണ്. ഖുർആൻ നല്ല ഓതണമെന്ന് പറഞ്ഞത് നല്ല ലാഭമുള്ള ഒരു പടം. ഒറ്റ ദിവസം ഒഴിവാകരുത്. ഒരൊറ്റ ദിവസം ഖുർആൻ ഓതാതെ അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു നിർബന്ധം ഉണ്ടെങ്കിൽ സംഗതി നടക്കും. നമ്മുടെ സഹോദരിമാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ അവർ ഓതണം. പക്ഷെ അവർക്ക് നേരമില്ല, സമയമില്ല. അവരോട് പറഞ്ഞാൽ എപ്പോഴാ സമയം എന്നാ ചോദിക്കുക. 2 LKG-ക്കാരുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. 9:30 സ്കൂൾ ബസ് വീട്ടിന്റെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ 9:20 ആകുമ്പോഴേക്ക് എല്ലാം റെഡിയാക്കും. എന്നിട്ട് കുട്ടിയെയും കൊണ്ട് നടക്കും. ഈ റോഡിലൂടെ പോകുന്നവരോടൊക്കെ ഒരു വർത്തമാനം പറയണം നമ്മുടെ പെണ്ണുങ്ങൾ. ഒരൊറ്റ ദിവസം ഈ സ്ത്രീ പുറത്തിറങ്ങിയിട്ട്, ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒറ്റ ദിവസം പുറത്തിറങ്ങിയിട്ട്, ഇപ്പോ എഴുന്നേറ്റിട്ടുള്ളൂ ഞങ്ങൾ, മനുഷ്യന്മാരല്ലേ, വണ്ടി സൈഡാക്കി നിർത്തിക്കളി, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് റെഡിയാക്കാം പറയോ? ഇല്ല. അത് വാഹനം വരുമ്പോഴേക്കൊക്കെ റെഡിയാണ്. എന്തൊരു ജാഗ്രതയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, 2 ഘട്ടത്തിലാണ് പെണ്ണുങ്ങൾ വല്ലാതെ ഇറങ്ങേണ്ടത് പുറത്ത്. ഒന്ന് മീന് വരുമ്പോൾ, മീൻകൊട്ടന്റെ ചുറ്റും പെണ്ണുങ്ങളും ഉണ്ടാവും, 4 പൂച്ചകളും ഉണ്ടാവും. എന്തോ ഒരു വർത്താനം ഇവർക്ക്. ഇനി മീന് വാങ്ങിയിട്ട് പോലും പോകൂല, പിന്നെ ഓലെ വർത്താനം തീരൂല. എല്ലാവരോടും വർത്താനം പറയാൻ കിട്ടിയ ചാൻസ്. സഹോദരാ, ഞാൻ പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും. എന്നാണ്ടല്ലോ രാവിലെ അടുക്കളയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം, ഒന്നുകിൽ സുബഹി നിസ്കരിച്ച ഉടനെ, അല്ലെങ്കിൽ ഒരല്പം നേരത്തെ ആവട്ടെ, എഴുന്നേൽക്കട്ടെ. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള ആ ടൈം, പിന്നെ ഇപ്പൊ 5 മണിക്കാണ് ബാങ്ക്. ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 4:15 എഴുന്നേറ്റ തന്നെ കുളിക്കണമെങ്കിൽ കുളിച്ച് വേഗം ഫ്രഷായി ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ സഹോദരൻ 10 മിനിറ്റെങ്കിലും ഓതാൻ കണ്ട. എന്നിട്ട് പിന്നെ സുബഹി നിസ്കരിക്കാൻ ഇറങ്ങുമ്പോൾ ആ ജീവിതത്തിൽ എന്തൊരു റാഹത്താണ്, എത്ര കൂലിയാണ് കിട്ടുന്നത്. ഒരായത്തിനെ മുടിയുമ്പോഴേക്ക് എത്ര പ്രതിഫലം. നമ്മൾ വേണമെന്ന് കരുതിയാൽ നടക്കും. നമ്മൾ വേണം എന്ന് കരുതിയാൽ നടക്കും ഏത് കാര്യങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തായിരുന്നാലും നോക്കൂ, കണ്ണും നാവും വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അള്ളാഹു അത് തിരിച്ചു കൊടുത്തത് ഒരു മുഹറം 10-നായിരുന്നു. അതിനൊരു നിമിത്തമുണ്ട്. യൂസുഫ് നബി എന്ത് ചെയ്തു? തന്റെ കുപ്പായം കൊടുത്തയച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുപ്പായം തന്റെ സഹോദരങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. ഈ കുപ്പായം കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്റെ പിതാവിന്റെ മുഖത്തിടണം, അപ്പോൾ എന്റെ പിതാവിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ആ കുപ്പായ ഏതാ? അത് മുഹറം 10-നോട് ബന്ധപ്പെട്ടതാ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞപ്പോ വിവസ്ത്രനാക്കി, ഒരു നൂല് പോലും ഇല്ലാതെയാണ് എറിഞ്ഞത്. അപ്പൊ അള്ളാഹു ധരിപ്പിച്ച കുപ്പായാണേത്? സ്വർഗത്തു നിന്നുള്ള കുപ്പായാണ് ഈ കുപ്പായം, യൂസുഫ് നബിയുടെ കുപ്പായം. ഇബ്രാഹിം നബിക്ക് അഗ്നികുണ്ഡത്തിൽ വെച്ച് അള്ളാഹു ധരിപ്പിച്ച ആ കുപ്പായം ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്ഹാഖ് നബിക്ക് കൊടുത്തു. ഇസ്ഹാഖ് നബി അത് പാത്തുവെച്ചു. പിന്നെ ഇസ്ഹാഖ് നബിന്റെ മകനായ യാക്കൂബ് നബിന്റെ കൈവശം വന്നു. യാക്കൂബ് നബി ആ കുപ്പായം ചെറുതാക്കി ചുരുട്ടിയിട്ട് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി യൂസുഫിന് ഏരസാക്കി കെട്ടിക്കൊടുത്തു. അങ്ങനെയാണ് വന്നത്. പൊട്ടൻ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ കുപ്പായുണ്ട്. പിന്നെ അദ്ദേഹം ഈജിപ്തിലെത്തിയില്ലേ, അള്ളാന്റെ വിധിയാണ്. അപ്പോഴും ആ കുപ്പായം പാത്തുവെച്ചു. പിന്നെ തന്നെ കിണറ്റിലെറിഞ്ഞ തന്റെ സഹോദരങ്ങൾ തന്റെ അരികിലേക്ക് വന്നു.
അറിയാതെ റേഷൻ വാങ്ങാൻ അള്ളാന്റെ പണിയാണത്. അവസാനം ആ സഹോദരങ്ങളും യൂസുഫ് നബിയും തിരിച്ചറിഞ്ഞു. വാപ്പാന്റെ വർത്താനം ചോദിച്ചപ്പോ വാപ്പാക്കിപ്പോ കണ്ണിന് കാഴ്ചയില്ലാതെ വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ചെയ്തു, പണ്ട് വാപ്പാന്റെ പിന്നെ കൈമാറി വന്ന കുപ്പായുണ്ടല്ലോ, ആ കുപ്പായം, അത്ഭുതത്തിന്റെ ആ കുപ്പായം, ചുരുട്ടിയാൽ വളരെ ചെറുതാകുന്ന ആ കുപ്പായം, സ്വർഗത്തുനിന്ന് അല്ലാഹു സ്പെഷ്യലായിട്ട് ഇറക്കി കൊടുത്ത ആ കുപ്പായം ഉടനെ യൂസുഫ് നബി എടുത്തു. പാത്തു വെച്ചതാവില്ലൊരു പൈതൃകമായി. എന്നിട്ട് അതാണ് കൊടുത്ത് തന്റെ സഹോദരങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഹബൂബി ഖമീസിയാദ, നിങ്ങൾ ഈ കുപ്പായവുമായിട്ട് പോകണം. എന്നിട്ട് അത് ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, വാപ്പാന്റെ മുഖത്തിടണം. യഅ്തി ബസീറ, അപ്പൊ കാഴ്ച വരും. ഗ്യാരണ്ടിയാണ്. ഏരസ് കെട്ടാളെ തെളിവാണത്. എല്ലാ കാലത്തുള്ളതാണത്. ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. എന്തായിരുന്നാലും നോക്കൂ, സയ്യിദുനാ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച പറിച്ചു കിട്ടി. ഇതും ഒരു മുഹറം 10 അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ദിവസം. അതാണ് നാളെ. ചരിത്രത്തിൽ ആദ്യമായി മഴ പെയ്തത് അതൊരു മുഹറം 10 മഴ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണല്ലോ. ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം 10. ജിബ്രീൽ എന്ന മലക്കിനെ അല്ലാഹു പടച്ചത് അതും ഒരു മുഹറം 10 അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുകൊണ്ട് അമ്പിയാക്കൾക്ക് അല്ലാഹു രക്ഷ കൊടുത്തതായതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടും. അല്ലാതെ ഇതൊരു അവലക്ഷണത്തിന്റെ കാരമായി നമ്മൾ കരുതാൻ പാടില്ല. പലർക്കും മുഹറം 10 എന്ന് പറഞ്ഞൊരു ബേജാറാണ്. ഇതെന്തോ പേടിപ്പെടുത്തുന്ന ഒരു സംഗതി. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്കൂ, നമ്മൾ പറയുന്ന അതിലേക്ക് വരും. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഇന്നത്തെ നാളത്തെ ദിവസത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും പറയുന്നു, വൈലു യൗമഇദിൽ ലിൽ മുകല്ലിബീൻ, സത്യത്തെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്ക് വമ്പിച്ച നാശം. വീണ്ടും മുർസലാത്തി സൂറത്തിൽ 10 വട്ടം അല്ലാഹു ആവർത്തിക്കുന്ന വൈലു യൗമഇദിൽ ലിൽ മുകല്ലിബീൻ. വീണ്ടും അല്ലാഹു പറയുന്നത്, ഇനി ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ മുത്തഖീങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞു, മുത്തഖീങ്ങൾക്ക് അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. പിന്നീട് അല്ലാഹു പറയുന്നത് അല്ലാത്ത കുറ്റവാളികളെ പറ്റിയാണ്. കുലൂ വതമത്തഉ ഖലീലാ ഇന്നകും മുജ്രിമൂൻ. കുറ്റവാളികളോട് അല്ലാഹു പറയാണ്, കുലൂ, നിങ്ങൾ തിന്നോളൂ, വതമത്തഉ ഖലീലാ, അല്പകാലം നിങ്ങൾ സുഖിച്ചോളൂ, ഇന്നകും മുജ്രിമൂൻ, തീർച്ചയായിട്ട് നിങ്ങൾ കുറ്റവാളികളാ. ഇതുപോലെ അറിയണില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുറ്റവാളികളുണ്ട്. സുബഹിസ്കരിക്കാതെ കിടക്കുന്ന മഹാന്മാരുണ്ട്. സഹോദര, മതത്തിന്റെ പുറത്ത് എത്ര ആളുകളുണ്ട്. അള്ളാഹു പറയുന്നെന്താ? തിന്നോളി, ഒരു അല്പകാലം നിങ്ങൾ സുഖിച്ചോളി, നിങ്ങൾ കുറ്റവാളികളാണ്. ശരിയല്ലേ? അല്പകാലം. ദുനിയാവിലെ വയസ്സ് എന്ന് പറയുന്നത് അല്പകാല. സൗരവർഷപ്രകാരം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. ചാന്ദ്രിക വർഷപ്രകാരം ഒരു കൊല്ലം എന്ന് പറയുന്നത് 354 ദിവസമാണ്. നമ്മുടെ കലണ്ടറിൽ 354. സൗരവർഷപ്രകാരം ഒരാൾ 70 കൊല്ലം ജീവിച്ചാൽ അവൻ ആകെ ജീവിക്കുന്നത് 25,500 ദിവസമാണ്. വളരെ കുറവല്ലേ അത്? സൗരമായി 70 കൊല്ലം ജീവിക്കുന്ന ഒരാൾക്ക് ആകെ ദുന്യാവിൽ വെച്ച് ലഭിക്കുന്നത് 25,500 ദിവസം മാത്രമാകുന്നു. 25,000 റുപ്യ എണ്ണ എത്ര പെട്ടെന്നുണ്ട്. ചെലവാക്കുകയാണെങ്കിൽ അതിലേറെ പെട്ടെന്ന് കിട്ടും. സഹോദര, ആകെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 60-70 കൂട്ടിക്കോളും. എന്നാൽ ആകെ കിട്ടുന്നത് 1,00,000 ദിവസങ്ങളാണ്. അതിൽ ഒരു ദിവസം പോയാൽ പോയി. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആരും പോയിട്ടില്ല തോന്നിപ്പോവാണ് അല്ലേ? എത്ര പെട്ടെന്ന് ഒരു ദിവസം പോയത്. കാരണം നമ്മൾ ഏകദേശമൊക്കെ എല്ലാവരും ഇരിക്കേണ്ടടുത്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. ഓരോരുത്തർ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടില്ല എന്ന് തോന്നാ. അതിന്റെ ബാക്കി മുർസലാത്തി സൂറത്തിന്റെ ബാക്കി ഇപ്പൊ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ തോന്നാ. ഒരാഴ്ച പോയത് അറിഞ്ഞോ നമ്മൾ? ആയുസുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇതുപോലെ വരും. സഹോദര, ഒരാഴ്ച നമ്മൾ മരണത്തിലേക്കടുത്തു. കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഒരാഴ്ച നമ്മൾ മരണത്തിലേക്കടുത്തു. കുറഞ്ഞ കാലം മാത്രമാണ് നമ്മുടെ ജീവിതം.
അത് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ നമ്മളെ കാര്യം പോക്കാം. അള്ളാഹു പറയാണ്, ഈ തെളിക്കുന്നിടത്തേക്ക് പോകുന്നില്ലെങ്കിൽ പോകുന്നിടത്തേക്ക് തെളിക്കലുണ്ട്. പറഞ്ഞാൽ കേൾക്കാത്തവരെ പറ്റി അള്ളാഹു പറയണം, കുലു തിന്നടാ, നീ സുഖിച്ചോ, ഖലീല അല്പകാലം നീ സുഖിച്ചോ, ഇന്നക്കും മുജ്രിമൂൻ, കുറ്റവാളികളാണ്. എത്രയോ ആളുകൾ, അവിശ്വാസികൾ അള്ളാഹിനെ മറന്ന് അവരങ്ങനെ ജീവിക്കുകയാണ്. അവർക്ക് അങ്ങനെ ഒരു ബോധമില്ല. ഇഷ്ടംപോലെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ദുനിയാവിലെ എല്ലാ സുഖാഡംബരങ്ങളും അവർ എടുക്കുന്നുണ്ട്, ശരീരത്തിന് ആനന്ദമുള്ള മുഴുവൻ കാര്യങ്ങളും മദ്യപിക്കുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, വേണ്ടത് മുഴുവനും അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അള്ളാഹു താല ശരിക്കും താക്കീത് ചെയ്യാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളായ നമ്മൾ, അവനുമ്മ പറഞ്ഞേച്ചാ തോന്നുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്തായിരുന്നല്ലോ എന്ന് തീർത്തിട്ടേ പോവുള്ളൂ എന്നുള്ളടത്ത്. കുട്ടികളല്ലേ, ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നിർവഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധ പോണ്ട, നിരാശപ്പെടുത്താൻ വയ്യല്ലോ, ഇന്നത്തെ കാലം എങ്ങനെയുള്ള. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പുറത്തുള്ള ആളുകൾ അവന്റെ ഭക്ഷണം കഴിക്കലും അവന്റെ സുഖിക്കലും പറഞ്ഞ കാര്യമില്ല. ഇവിടെ നമ്മൾ അടിവരണ്ട ഒരു സംഭവമാണ് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ഭയങ്കര ആഡംബര ജീവിതമായിരുന്ന ഒരു കാലത്ത്, ഇറാനിൽ അദ്ദേഹം ഭരണം നടത്തുന്ന കാലത്ത് ആഡംബര ജീവിതമായിരുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം. എന്ത് ചെയ്തു? നല്ല ആഡംബര. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ തന്നെ കൊട്ടാരവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരിക്കൽ അദ്ദേഹം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എല്ലാ സുഖമുണ്ട്, പക്ഷെ ഉറക്കം വരുന്നില്ല. അപ്പൊ അദ്ദേഹം വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പൊ കൊട്ടാരത്തിന്റെ മുന്നിലുള്ള ഒരു പാറന്റെ മുകളിലുണ്ട് ഒരു യാചകൻ ഒരു ഭാണ്ഡവുമായി വന്നിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ആ പാറപ്പുറത്തിരുന്നിട്ട് ആ ഭാണ്ഡം കെട്ടയച്ചു. ഇതൊരു പൊതി പുറത്തെടുത്തിട്ട് അത് പൊളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹം ആ പാറയിലെ ഒരു കുഴിയിൽ വെള്ളം കെട്ടിക്കൊണ്ടായിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ അതിന്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ആ ഭാണ്ഡം കെട്ടിയിട്ട് അത് തലയിണയാക്കിയിട്ട് സുഖമായിട്ട് അവിടെ കടന്നു. അത് സുഖമായിട്ട് കിടക്കണം. ഇത് കണ്ടപ്പോ ഇബ്രാഹിം അദ്ദേഹം ചിന്തിച്ചു, ഓ അയാൾക്കൊന്നുമില്ല, എന്നാലും സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങും. ഇയാൾക്ക് എല്ലാ സൗകര്യമുണ്ട്, പക്ഷെ ഉറക്ക് വരുന്നില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? അങ്ങനെ ചിന്ത വന്നെങ്കിലും ഒഴിവാക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പാറാവുകാരുടെ കണ്ണ് വെട്ടിച്ച് ഒരാൾ കയറിയിട്ട് ഇയാൾ പറഞ്ഞു, കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ഈ യാചകൻ പറയാണ്, ഈ ഫക്കീർ പറയാണ്, ഇത് ഒരു സത്രമാകുന്നു എന്ന് പറഞ്ഞു. സത്രം, യാത്രക്കാർക്ക് ജസ്റ്റ് ഒന്ന് കയറി വിശ്രമിക്കാൻ. റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ എയർപോർട്ടുകളിലൊക്കെ ഉള്ളാവുന്ന റൂമുകളുണ്ടല്ലോ, എന്നതുപോലെയാണ് ആദ്യകാലത്തെ എന്റെ സത്രം. വഴിയരികലുണ്ടാവും, അത് യാത്രക്കാർക്ക് വിശ്രമിക്കണം. അതുപോലെ ഒരു സത്രമാണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചൂടായി. ഇങ്ങനെ വന്നിട്ട് സത്രമാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മളിരുത്? നമ്മൾ ചൂടാകാവില്ല, നാലിട്ട് പൊട്ടിക്കും. അത്രയും ഇടങ്ങാറായി ഉണ്ടാക്കിയ വീടാണ്. 10-16 കൊല്ലം ഗൾഫിൽ കയ്യിലെത്തിയിട്ട് എന്നിട്ട് വന്നിട്ട് പോകാൻ പറയാതെ സത്രാണ് വിടുവോ നമ്മളോനെ? അയാൾ പോയി കഴിഞ്ഞാലും ഒറ്റക്ക് അങ്ങനെ പറയും, പിന്നെ സത്രം. ഇവിടെ രാജാവാകെ ചൂടായി സഹോദര. അപ്പൊ ഇയാള് പറഞ്ഞു രാജാവിനോട് ചോദിച്ചു, നിങ്ങൾ ദേഷ്യപ്പെടണ്ട, നിങ്ങളുടെ പിതാവ് എവിടെയെന്ന് ചോദിച്ചു. എന്റെ പിതാവ് മരിച്ചുപോയി. പിതാവിന്റെ പിതാവോ? അയാളും മരിച്ചുപോയി. അവരൊക്കെ താമസിച്ചവിടെ ഈ കൊട്ടാരത്തില്. നിങ്ങൾ മരിക്കോന്ന് ചോദിച്ചു. ഞാൻ മരിക്കും. നിങ്ങൾ മരിച്ചാൽ പിന്നെ ഈ കൊട്ടാരത്തിൽ ആരാ താമസിക്കുക? എന്റെ മക്കൾ താമസിക്കും. അവർ മരിച്ചാലോ അവരെ മക്കൾ താമസിക്കും. അപ്പൊ ഈ യാചകൻ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, സത്രമാണ്. നിങ്ങളെ വല്ലിപ്പയിൽ താമസിച്ചു, അയാൾ പോയി. നിങ്ങളെ വാപ്പതിൽ താമസിച്ചു, അയാളും പോയി. ഇപ്പൊ നിങ്ങളും പോകും. അപ്പൊ മക്കൾ, പിന്നെ അവരുടെ മക്കൾ. പരലോകമാകുന്ന തറവാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഒന്ന് ഈ സത്രത്തിൽ കയറിയതാണ്. അതിൽ രാജാവിന് തോന്നി ഇയാൾ പറഞ്ഞ വലിയ പോയിന്റാണ്. അയാൾക്ക് സമ്മാനം കൊടുത്ത് അയാളെ പറഞ്ഞയച്ചു. ഒന്നും കൂടി മനസ്സ് എന്ത് ചെയ്തു? അയഞ്ഞു. നമ്മളുണ്ടല്ലോ ഈ പത്തിരിക്കുള്ള പൊടി എത്ര കുഴക്കുന്നതിനനുസരിച്ച് പത്തിരി ഉഷാറാവുന്നതാണ്. പെണ്ണുങ്ങൾക്ക് നേരം കിട്ടൂല. അപ്പൊ അത്രക്കൊക്കെ നന്നാവുള്ളൂ. ഇപ്പൊ പോയ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടില്ല. അതിന്റെ ശേഷം ഒരു സംഭവം കൂടി നടന്നു. ഇയാളുടെ കൊട്ടാരം അടിച്ചുവാരുന്ന പെണ്ണ്
ഇയാൾ കൊട്ടാരത്തിലില്ലാത്ത സമയത്ത് റൂം അടിച്ചു വാരിയപ്പോ സുന്ദരമായ ആ മെത്തയിൽ വെറുതെ ഒന്ന് കടന്നു നോക്കിയതാ, അതിലാണ് ഉറങ്ങിപ്പോയി. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഇസ്ത്രീപ്പെട്ടി ചൂടാക്കാൻ വേണ്ടി ഫ്ലഗിൽ കുത്തിയില് സ്വിച്ചൊക്കെ ഓൺ ചെയ്തിട്ട് ഇസ്ത്രീപ്പെട്ടി ചൂടാകോളം ചിലപ്പോൾ ബെഡിലൊന്ന് കിടക്കും, ആണ് ഉറങ്ങിപ്പോ. ഇസ്ത്രീപ്പെട്ടി എല്ലാം ചൂടാവും, ഭർത്താവ് അതിലേറെ ചൂടാവും, ആകെ കച്ചറയാവും. സാധാരണ നടക്കലുണ്ട് അങ്ങനത്തെ ഒരു ഉറക്ക്. നിങ്ങൾ ചിന്തിക്കൂ സഹോദര, കൊട്ടാരത്തിലെ പെണ്ണ് അറിയാതെ കടന്നുപോയതാണ് ആ മെത്തയിൽ, ഉറങ്ങിപ്പോയി. രാജാവ് വന്നപ്പോ ഇവള് നല്ല ഉറക്കാതെ ഇയാളെ ചൂടാക്കി. വീട് അടിച്ചു വാരുന്ന പെണ്ണ് തന്റെ ബെഡ്റൂമിൽ സുഖമായിട്ട് കിടക്കുക, ഒരൊറ്റ അടി. പെണ്ണ് ഞെട്ടി ഉണർന്നു, കരഞ്ഞു, അടിന്റെ വേദനയും സങ്കടമൊക്കെ കൂടി. പിന്നെ പെണ്ണാണ് ചിരിച്ചു, ഇയാൾക്ക് ചൂടായി. ആ കരച്ചിലുമ നിർത്തി അത്ര പ്രശ്നമില്ലായിരുന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്റെ അടുത്ത് തെറ്റ് വന്നതിലുള്ള ആ സങ്കടം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കരഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ചിരിച്ചതെന്തിനാന്ന് ചോദിച്ചു. ഒരു വട്ടം ഞാൻ കടന്നതിനാണ് ഈ അടി കിട്ടിയത്, ഒരുപാട് കാലമായി നിങ്ങൾ ഇതിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് എത്ര അടി നിങ്ങൾക്ക് കിട്ടുന്ന ആലോചിച്ചിട്ട് ചെറി വന്നതാണെന്നാണ്. അതോടുകൂടെ രാജാവ് ചിന്തിച്ചു, പറഞ്ഞൊരു കാര്യം, എത്ര കാലമായിട്ട് കുലു തമത്തഴു ഖലീലെന്നുണ്ട്. അപ്പൊ ഇത് പൊടി കോയ ഏകദേശം കായമാരക്കായി. ഈ കൊട്ടാരൊന്നും വേണ്ട എന്നുള്ളൊരു മിഷൻ പൂർണ്ണമായിട്ടില്ല. ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി രാജാവ് പുറത്തുപോയി തിരിച്ചു വന്നു. അപ്പണ്ട് കൊട്ടാരത്തിന്റെ മുകളിൽ ഒരാൾ. നമ്മളിന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ ചിമ്മിനിക്കൂടിന്റെ മേലെ ഒരാളുണ്ടെന്ന് കൂട്ടിക്കോളി. നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ. ഇതേപോലെ തന്നെ രാജാവ് ചൂടായി, ആരാണ് കൊട്ടാരത്തിന്റെ മുകളിൽ? അപ്പൊ അയാൾ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ ഒട്ടകത്തെ കാണാനല്ല, ഞാനത് തെരയാണെന്നാണ്. തെരന്റെ പുറത്താ ഒട്ടകത്തെ തെരേണ്ടത്. ഇതിപ്പോ നമ്മളെ വീടിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആള് ചിമ്മിനിക്കൂടിന്റെ മേലെ കയറി നിൽക്കുമ്പോ ആരടാജി നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കണം. അപ്പൊ അയാൾ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കണ്ട, എന്റെ മോട്ടോർ സൈക്കിൾ കാണാനില്ല, അത് തെരയാണെന്നാണ്. ഇതേപോലെ തന്നെയാണ് പഴയ കാലത്തെ മോട്ടോർ സൈക്കിളാണ് ഒട്ടകം. രാജാവിന് ചൂടായി. രാജാവ് പറഞ്ഞു, വീട്ടിന്റെ മുകളിൽ ഒട്ടകത്തെ തെരയുന്ന നീ വിഡ്ഢിയാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അയാൾ നേരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു, എന്നെക്കാൾ വലിയ വിഡ്ഢി താങ്കളാ. ഞാൻ ഈ പെരന്റെ പുറത്ത് ഒട്ടകത്തിന് അന്വേഷിക്കുന്ന എത്ര വലിയ വിഡ്ഢിത്തരാ, അതിലേറെ വലിയ വിഡ്ഢിത്തരല്ല നിങ്ങൾ ചെയ്യുന്നത്. ഈ സുഖങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ഇപ്പോഴും അള്ളാന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, ഇപ്പോഴും അന്വേഷിച്ച് നടക്കല്ലേ ചോദിച്ചു. വേറെ ഓനെ വിളിച്ചു, ഈ കൊട്ടാരത്തിൽ എന്താണ്, നമുക്ക് മതിയായി എന്നാണ്. സഹോദര, ചരിത്രം പറയുന്നത് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു എല്ലാം ഒഴിവാക്കി അറബിയിൽ ചില കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ്. അദ്ദേഹമാണ് പിന്നെ ലോക പ്രശസ്തനായ സൂഫിയായത്. അദ്ദേഹം അള്ളാന്റെ ഔലിയാക്കളിൽ പ്രമുഖനായി നക്ഷത്രമായി മാറി. അദ്ദേഹം എല്ലാം ഒഴിവാക്കി. പിന്നെ ഭരണാധികാരം വേണ്ട, മക്കള് വേണ്ട, പിന്നെ ഒന്നും വേണ്ട. ഇതൊന്നും കെട്ടുകഥല്ലല്ലോ, ചിന്തിക്കണം സഹോദര. അപ്പൊ നമ്മൾ എല്ലാം ഒഴിവാക്കണം എന്നില്ല. അതേ സമയത്ത് ഈ സുഖങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായാൽ മതി. ഇവിടെ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളോട് അള്ളാഹു പറയുന്നത്, കുലൂ, നിങ്ങൾ തിന്നോളൂ, ദുന്യാവുന്നു, വത്തമത്തഴൂ ഖലീല, അല്പകാലം നിങ്ങൾ സുഖിച്ചോളൂ, ഇന്നക്കും മുജ്രിമൂൻ, നിങ്ങൾ കുറ്റവാളികളാകുന്നു. പരലോകത്തെ അപേക്ഷിച്ച് ദുന്യാവ് എന്ന് പറഞ്ഞാൽ അല്പകാലം മാത്രമാണ്. നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തരുത്, അള്ളാനെ മറന്ന് സുഖിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. അതിനെന്ത് ചെയ്താൽ മതി അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു ദിവസം ചുരുങ്ങിയത് 20 തവണ മരണത്തെ ഓർക്കണം എന്ന ആള് നന്നാവുന്ന. ഒരാള് ഒരു ദിവസം 20 തവണ മരണത്തെ ഓർക്കുകയാണെങ്കിൽ ഓൻ പിഴക്കൂല. 20 തവണ, 24 മണിക്കൂറാണ് ആളുള്ളത്. ഒരു മനുഷ്യന്റെ ഉറക്ക് 4 മണിക്കൂർ എന്തായിരുന്നാലും ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടി വരുന്ന 4 മണിക്കൂർ ഒരാൾക്ക് എന്തായിരുന്നാലും ഉറങ്ങണം. 4 മണിക്കൂർ. ബാക്കി 20 ഉണ്ടല്ലോ, 4 നമ്മൾ ഉറങ്ങാം. അത്തഹിയ്യാത്തിൽ വരെ ഉറങ്ങും. 4 8 വിടും. എന്നാ പോട്ടെ, ഒരു 4 മണിക്കൂർ, എന്നാലും 20 മണിക്കൂർ. ഇനിയിപ്പോ ഒരു മണിക്കൂറിൽ 1 കണക്കാക്കണ്ട. ഒരു ദിവസം 20 തവണ ഒരാൾ മരണത്തെ ഓർത്താൽ അവൻ മരിക്കുന്നത് ഷഹീദായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെട്ടും കുത്തേറ്റെന്നല്ല, ഷഹീദിനെത്ര കൂലിയുണ്ട് അതേ കൂലി ഒരാൾക്ക് കിട്ടും. ഒരു ദിവസം 20 തവണ മരണത്തെ ഓർക്കണം. എന്തായാ പോരാ, മരണം 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 മരണം, വലിയ പണിയല്ല ഇതിന്, അല്ലെങ്കിൽ മരണം മരണം, ഇങ്ങനെ പോരാ. അങ്ങനെ നമ്മൾ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് പോലെ അങ്ങനെ മരണം മരണം മരണം. അപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഓൻ എങ്ങനെ പാര വെക്കണം, മരണം മരണം.
എങ്ങനെ വെട്ടിപ്പെടുത്തണം, എങ്ങനെ തട്ടിപ്പെടുത്തണം. അപ്പൊ ചിന്തിച്ചുകൊണ്ടാണ് മരണം മരണം. അങ്ങനെ 20ആയി. എത്ര എളുപ്പ ശരീരാകാം, നടക്കൂല. മരണത്തെപ്പറ്റി ഒരു ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ എങ്ങനെ സഹോദര മനുഷ്യന് കടന്നുറങ്ങാൻ കഴിയുമോ? വല്ലാതെ ഓർക്കണ്ട. വല്ലാതെ ഓർത്ത ഈ ലോകത്ത് ഒന്നും നടക്കൂല. കൂട്ടിലങ്ങാടി ഒറ്റ കട തുറക്കൂല. വല്ലാത്ത മരണത്തിനോർത്ത് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. തുണികുപ്പായാലും നന്നാക്കൂല മരണത്തിനെ ഓർത്തിട്ട്. അപ്പൊ അതൊന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ സ്വർഗത്തെ പറ്റിയൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കെന്തായി, ഇബ്ലീസ് ഇടപെട്ടിട്ട് -പോയിന്റിലേക്ക് എത്താണ്. ചിന്ത തന്നെയല്ല. വല്ലാതെ ഓവറായിട്ട് മരണത്തെ ഓർത്താൽ ചിലപ്പോൾ ആകെ മാനസികമായി മാറും. പിന്നെ തിരുമ്പൂല കുളിച്ചില്ല, പറ്റപ്പോയി. അത് ഇല്ലാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, മോമിനീങ്ങൾക്ക് മരിച്ചു എന്ന സുഖണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. പക്ഷെ ഇബ്ലീസ് നമ്മളെ അങ്ങനെ ഒരു ചിന്ത തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് മരണത്തെ എപ്പോഴും ഓർക്കരുതെന്ന് പറഞ്ഞത്. പഠനം മുടങ്ങുന്ന എഴുതിയിട്ടാണ്. ഇന്നിപ്പോ പഠിക്കുന്ന കുട്ടികളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്താ ഇപ്പോൾ ഭൗതിക സ്ഥാപനങ്ങളിലൊക്കെ സീനിയേഴ്സ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്യാം. അതിനൊന്നും നിയമങ്ങളുമില്ല. വേണ്ടാത്തിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരു പശു ചത്താ പ്രശ്നം. ഇപ്പൊ കാശ്മീരിൽ കണ്ടില്ല. പശു ജീവുള്ളൊരു ജന്തുവല്ലേ, അത് ചാകാതിരിക്കോ? ഇത് ജീവുള്ളതൊക്കെ ജീവൻ പിരിയില്ലേ? അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് നേരെ മേക്കിട്ട് കയറാൻ എന്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഗതി. ഞാനിപ്പോൾ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര, നമുക്കൊരു ബോധം വേണം. മരിക്കണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യർക്ക് ഉണ്ടാവുമ്പോൾ എന്തായിരുന്നാലും ഒരു മനുഷ്യൻ നന്നാവും. വലിയ തെറ്റുകൾ എന്തായിരുന്നാലും വരൂല. പോണല്ലോ ഇവിടുന്ന്. 20 തവണയെങ്കിലും വേണമെന്ന് പറയുന്നു. ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്കും അത് വേണം. കാരണം പറ്റപ്പിടുത്തം ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കാം. ഹാൻസം പാൻപരാഗം അങ്ങനെ കുട്ടികളാണ് തുടങ്ങിയിട്ട് പിന്നെ കൊക്കൈൻ വരെ അവർ ഉപയോഗിക്കുന്നു. അതിന് പണമുണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും അവർ സ്വീകരിക്കുന്നു. എന്താ നമ്മൾ ചിന്തിക്കാത്തത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദര, അള്ളാഹു മോശപ്പെട്ട ആളുകളോട് പറഞ്ഞ ഈ അവസ്ഥ നമുക്കുണ്ടാകരുത്. കുലൂ വതമത്തഉ ഖലീലൻ ഇന്നകും മുജ്രിമൂൻ. നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ സുഖിച്ചോളൂ, അല്പകാലം നിങ്ങൾ തിന്നുകയും സുഖിക്കുകയും ചെയ്തോളൂ. ഇന്നകും മുജ്രിമൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ കുറ്റവാളികളാണ്. നിങ്ങൾ കുറ്റവാളികളാണ്, കുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. സത്യത്തെ വ്യാജമാക്കുന്നവർക്ക് അന്ന് വമ്പിച്ച ശിക്ഷയുണ്ട്. വഇദാ ഖീല ലഹും ഉർകഊ ലാ യർകഊൻ. അല്ലാഹു വീണ്ടും പറയുന്നു, വഇദാ ഖീല ലഹും ഉർകഊ, അവരോട് റുക്കൂ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടാൽ ലാ യർകഊൻ, അവർ റുക്കൂ ചെയ്യുന്നവരല്ല. മോശപ്പെട്ടവന്റെ അവസ്ഥ പറയാണ്. അവരോട് റുക്കൂ ചെയ്യാൻ പറഞ്ഞാൽ അവർ റുക്കൂ ചെയ്യൂല. ശരിയല്ലേ? അതിന്റെ ഉദ്ദേശം നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല എന്നാണ്. നിസ്കാരത്തിന് റുക്കൂ എന്ന് പറയും, സുജൂദ് എന്ന് പറയും, അതൊക്കെ പറയും. എന്താ കാരണം? അത് എല്ലാമാണ്. റുക്കൂ, സുജൂദ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിസ്കാരത്തിന് റുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങളും നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അതിന് അള്ളാഹു പറഞ്ഞത് റുക്കൂ ചെയ്യുന്നവരോട് കൂടെ നിങ്ങളും റുക്കൂ ചെയ്തോളൂ. ഒരു റുക്കൂ മാത്രം പോരാ. ഒതുകൊടുത്ത് വന്നിങ്ങനെ വളഞ്ഞു നിൽക്കുക എന്നുള്ള, എല്ല് കുത്തനട്ട പോലെ നിൽക്കുക എന്നല്ല, മറിച്ച് എന്താണ് നിസ്കാരത്തിലെ റുക്കൂ? അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ആദ്യ കാലഘട്ടത്തിൽ പിന്നെ ബഹുദൈവ ആരാധകർക്ക് ഒരു ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്താൽ റുക്കൂ ചെയ്യില്ല. അവർക്കൊരു പോരായ്മ. അന്തല്ലേറ്റാണ്. റുക്കുവിനേക്കാളും പ്രശ്നം സുജൂദാണ്. തല കൊണ്ടുപോയിട്ട് നിലത്തേക്കുള്ളത്. തലാർന്ന ചില്ലറല്ലല്ലോ. അതിനുള്ള തലല്ല ഞാൻ എന്ത് ചെയ്യും? തല വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എന്നാലും അവർ നോക്കൂ, ദുരഭിമാനം നടിക്കാണ്. ഒരു റുക്കൂ ചെയ്യാൻ തയ്യാറാവുക. എങ്കിൽ ഒരു മൂമിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ വളഞ്ഞു നിൽക്കുക ഒരു മടിയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ നമ്മളോട് പറയാണ്, 1,00,000 റുപ്യ തരാം, എനിക്ക് റുക്കൂ ചെയ്യോ? അഭിമാനമുള്ളോ? ചെയ്യൂല. അഭിമാനമില്ലാത്തതിനോട് എന്തിനാ 1,00,000? 1 റുപ്യക്ക് എത്ര കിട്ടും ചെയ്യും? അല്ലേ? 1 രൂപക്ക് അവൻ എത്ര വട്ടം ചെയ്തു കൊടുക്കും? 10 വട്ടം റുക്കൂ ചെയ്താൽ 1 റുപ്യ തരാമെന്ന 100 വട്ടായ 10 റുപ്യ അവൻ തിരിച്ചു വയ്ക്കും. അതൊരു വലിയ പണിയുള്ള കാര്യമാണ്. അഭിമാനമില്ലെങ്കിൽ എന്താ?
എങ്കിൽ നോക്കൂ, അഭിമാനമുള്ള ആള് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം ചെയ്യുന്നതാണ് റുക്കൂഉം സുജൂദും. നമുക്ക് യാതൊരു മടിയില്ല, മടിയുണ്ടാകാൻ പാടില്ല. റുക്കൂഉം സുജൂദും ചെയ്യാൻ ആർക്കും മടിയില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ. നമ്മളിപ്പോ വീട്ടിൽ ഈ ഹൗദ് മോഡൽ ഹൗദ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുറെ ആളുകൾ അതിൽ നിന്ന് കയ്യും മുഖമൊക്കെ കഴുകട്ടെ, കഴുകൂല, മടിയായിരിക്കും. ഹൗദിൽ നിന്ന് കഴുകാൻ ആർക്കെങ്കിലും വലിയ മടിയുണ്ടോ? ഇത്ര വീട്ടുകാരല്ല, ഒരുപാട് വീട്ടുകാർ, നാട്ടുകാരൊന്നായിട്ട് കഴുകും. എന്താ രോഗം വരാത്തത്? അത് ഒളുവിന്റെ വെള്ളമാണ്. വരുത്തി നോക്കാതല്ലേ. ഈ ഹൗദിന് പകരം ഒളുവിന് എല്ലായിടങ്ങളൊന്ന് വെള്ളം പിന്നെ വെച്ചിട്ട് ആളുകളൊക്കെ നാട്ടുകാരൊക്കെ ഒന്ന് കഴുകട്ടെ, വിവരറിയും. പക്ഷേ ഇത് ഒളുവായതുകൊണ്ട് അള്ളാഹിന്റെ സംരക്ഷണമാണ് സഹോദര. എല്ലാം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവാണ്. നിസ്കാരത്തിന് നിർബന്ധമാണല്ലോ ഒളുവില്ലാതെ എന്ത് നിസ്കാരം? അപ്പൊ അള്ളാഹു ഇവരെ പറ്റി പറയാണ്, ഇവർക്ക് എന്തുകൊണ്ട് നാളെ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നു? അള്ളാഹു അവരെ പറ്റി പറയുന്നത് വൈദാ ഖീല ലഹും ഉർക്കഊ ലാ യർക്കഊൻ. റുക്കൂ ചെയ്യാൻ പറയപ്പെട്ടാൽ അവർ റുക്കൂ ചെയ്യില്ല, അതായത് നിസ്കരിക്കൂല. നിസ്കരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമുദായത്തിൽ. നിസ്കാരത്തിന്റെ അത് ഒരു വലിയ ഗൗരവത്തിലെടുക്കൂല ആവശ്യം. ചിലപ്പോൾ അങ്ങാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ മഗ്‌രിബിക്ക് എല്ലാവരും ഞാൻ പള്ളിയിൽ പോരുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോരും. എന്നാലും പോരാത്തവരുണ്ട്, എന്നുവെച്ച് നിസ്കരിച്ച് കാട്ടെ ഞാൻ ഇവിടെ ഉണ്ട് പറയും. ഓരോ പോരില്ല. ചില ആളുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അയാൾ ഉഷാറായിരിക്കും. ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്കറിയാം, എല്ലാത്തിനും അയാൾ ഉഷാറാണ്, എല്ലാ കാര്യത്തിനും ഉണ്ടാവും. പക്ഷെ മൂപ്പരൊരു കാര്യം ചെയ്യൂല. ഇപ്പൊ ഉദാഹരണത്തിന് അയാളെ സ്വഭാവമാണ്, ഒരു കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിക്കണേ മൂപ്പരവിടെ ഉള്ള സജീവിക്കാം. ആ കലണ്ടർ എടുക്കാം, സ്റ്റാൻഡ് എടുത്തെടുത്ത് സ്റ്റാൻഡ് നേഴ്സ് നോക്കി. ഇതിന് കേട്ടാ കരുതും മൂപ്പര് ഒരൊറ്റ സുബൈന്റെ ജമാഅത്ത് ഒഴിവാക്കാത്ത മുത്തഖിയാണ്. എന്നിട്ട് ഒക്കെ ചോദിച്ചിട്ട് മൂപ്പര് കുഴപ്പമൊന്നുമില്ലല്ലോ, ഭയങ്കര ഉഷാറായിരിക്കാം. ഇല്ല കുഴപ്പമൊന്നുമില്ല, അപ്പൊ എന്നെ അടിക നന്നെന്ന് ഉറപ്പിക്കല്ലേ, ഉസ്താങ്ങളെന്നാണ് പറഞ്ഞാളി, എല്ലാവരും ശബ്ദിക്കുക പറഞ്ഞിട്ട് ഉസ്താനെ കൊണ്ട് പറയിപ്പിച്ച് മൂപ്പര് പെണ്ണെടുത്തിട്ട് നല്ല റൗണ്ട് ഇടുകയാണ്. നേഴ്സറിയാത്ത ഉസ്താദെ പേർക്കുന്ന ഉസ്താദ് അൽ ഫാത്തിയാണ് മൂപ്പര് ഇറങ്ങിപ്പോ. മൂപ്പര് പേർക്കാൻ നിൽക്കില്ല, മൂപ്പർക്ക് എല്ലാം വിശ്വാസമില്ല. എന്നാലും അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ വളരെ ഉഷാറായില്ല. സഹോദര, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒപ്പം അങ്ങനെ പോയിട്ട് എല്ലാവരും പള്ളി കയറുമ്പോൾ മൂപ്പര് നേരെ അടുത്ത് ചായക്കട മറ്റുണ്ടെങ്കിൽ മൂപ്പരാണ് നേരെ കയറും. ഒരു നെയ്യപ്പം ചായയും കുടിച്ചിട്ട് മൂപ്പരവിടെ ഇന്ന് എല്ലാ കാര്യത്തിനും മൂപ്പരുണ്ടാവും. അവിടെ വെള്ളം ചൂടാക്കണം എന്നുള്ളിടത്താണ് മൂപ്പരുള്ളത്. എവിടെ? മരിച്ചെടുത്ത്. മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കണ്ട, തണുത്ത വെള്ളം കൊണ്ടാ മയ്യത്ത് കുളിപ്പിക്കണ്ട്. ഐസിലിട്ട വെള്ളം എന്നല്ല, സാധാ തണുത്ത വെള്ളം കൊണ്ട്. വെള്ളത്തിന്റെ തനതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ വെള്ളം കൊണ്ടാ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഇങ്ങനത്തെ ആൾക്കാർ അവിടെ മസല പാസ്സാക്കും. വെള്ളം ചൂടാക്കിയില്ലേ? ചൂടാക്കാനേ പറ്റില്ലല്ലോ എന്നുള്ളിടത്താണ് ഞാൻ പറയുന്നത്. സഹോദര, ഇങ്ങനെ നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയ ഉപകാരം ആളുകൾക്ക് ചെയ്യാം, പക്ഷെ അവർക്ക് നിസ്കാരം ഉണ്ടാവൂല, തോന്നൂല. അതിന് ആള് മോമിനിയങ്ങളായിരിക്കും, എല്ലാ കാര്യങ്ങൾക്കും തിരക്കടില്ല. പക്ഷെ അതേ സമയത്ത് നിസ്കരിക്കാൻ വിളിച്ചാൽ വരില്ല. നിസ്കരിക്കും പോലെ നിസ്കരിക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നിസ്കരിക്കാൻ പറയും, സുജൂദ് ചെയ്യാൻ പറയും. സുജൂദ് ചെയ്യാൻ കഴിയില്ല. സഹോദര, ഇരുമ്പിന്റെ ഒരു വടി പോലെ നിൽക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു ഇരുമ്പിന്റെ വടി പോലെ വളയാൻ കഴിയൂല എന്നാണ് ഖുർആനിൽ അള്ളാഹു ആ കാര്യം പറയുന്നത്. യുദ്ഉന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അവർ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടുന്നതാണ്, പക്ഷെ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഖാശിയതൻ അബ്സ്വാറുഹും, അങ്ങനെ പേടിച്ചുകൊണ്ട് അവരെ കണ്ണുകൾ വിനയം കാണിക്കുന്നതാണ്. വതർഹഖുഹും ദില്ല, അപമാനം അവരെ ആകെ വലയം ചെയ്യുന്നതാണ്. ഇന്ന് നിസ്കരിക്കാത്തവനോട് നാളെ മഹ്ശറിൽ നിസ്കരിക്കാൻ പറയും, പക്ഷെ അവന് നിസ്കരിക്കാൻ കഴിയില്ല. അവന്റെ ഊര വളയില്ല, അവന് ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആകെ കെട്ട് വയർത്ത് മുങ്ങും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവിടെ പറഞ്ഞില്ലേ കുലൂ വതമത്തഊ ഖലീല. ആ ഖലീലൻ അല്പകാലം, ഒരു 70 കൊല്ലം, 25,000 ദിവസം. നിസ്കരിക്കാത്ത ആളുകൾക്ക് നാളെ പരലോകത്തെ ഒരൊറ്റ ദിവസത്തിന്റെ നീളം തോന്നുന്നത് 50,000 വർഷത്തിന്റെ നീളം. അത് കൂട്ടി വായിക്കും. 50,000 വർഷത്തിന്റെ നീളം. ദുന്യാവിന് ആകെ കിട്ടിയത് 25,000 ദിവസം. ആ 25,000 ദിവസത്തിൽ അവന്റെ ബാല്യം, ചെറുപ്പകാലം അതൊക്കെ പോയി. ആ കാര്യത്തേക്ക് എത്തിയിട്ടില്ലോ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സഹോദര, നാളെ അവർക്ക് മഹ്ശറയിൽ കിട്ടാൻ പോകുന്ന ആ ശിക്ഷന്റെ ഗൗരവം കൊണ്ട്
അന്നത്തെ ഒരൊറ്റ ദിവസത്തിന് ഇന്നത്തെ 50,000 വർഷത്തിന് 25,000 ദിവസമല്ല, 50,000 ദിവസമല്ല, 50,000 വർഷത്തിന്റെ നീളം ഒരൊറ്റ ദിവസത്തിന് തോന്നുന്നുണ്ട്. എന്നാൽ 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാള്, അവനെ സംബന്ധിച്ചിടത്തോളം നാളെ മഹ്ശറിൽ ഒരൊറ്റ ദിവസം ഇന്ന് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം, സഹോദര 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം എത്രയാണ്, അത്ര മാത്രമേ അവനിക്ക് അനുഭവപ്പെടൂ. നിസ്കരിക്കാത്തവന് 50,000 വർഷത്തിന്റെ നീളം തോന്നുന്നത് നിസ്കരിക്കുന്നവന് വെറും 2 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ നീളം. ആരെങ്കിലുമൊക്കെ മുടങ്ങാതെ പള്ളിയിലേക്ക് വൃത്തിയായിട്ട് പോകുന്നു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ല ശ്രദ്ധ, അവനെ പുച്ഛം തോന്നൂലേ? തോന്നരുത്. അതിന്മേലാണ് നമ്മുടെ വിജയം. അത് ഒഴിവാക്കിയിട്ടുള്ള ഒന്നുണ്ടാവരുത്. നമ്മൾ വിചാരിച്ചാൽ ഏത് കാര്യങ്ങളും സമയബന്ധിതം. ഞാൻ നേരത്തെ ഖുർആൻ ക്ലാസ്സിന്റെ ഖുർആന്റെ ഓതുന്നതിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇതപ്പോ നമ്മൾ സുബഹിന്റെ സമയത്താണല്ലോ ഇതിന് വന്നത്. എത്രയും നമ്മുടെ പ്രതിഫലം. സുലൈമാൻ നബിയുടെ ഒരുപാട് സുലൈമാൻ നബിമാരെ നിങ്ങൾ സങ്കല്പിച്ചോളൂ. അവർക്കൊക്കെ രാജാധികാരം. അതിനേക്കാൾ വലിയ സംഗതിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പെരിങ്ങോട്ട് പോലത്ത് ഇല്യാസ് പറഞ്ഞു, അവിടുത്തെ മണൽ കോരുന്ന കുട്ടികൾ വെള്ളിയാഴ്ച മണൽ കോരൂലാന്ന് തീരുമാനിച്ചു. എന്തിന്? ഖുർആൻ ക്ലാസ് ഒഴിവാകാതിരിക്കാൻ വേണ്ടി. അതുപോലെ യൂണിയന്റെ തീരുമാനമാണ് അത്ര, ആ വെള്ളിയാഴ്ച മണൽ കോരണ്ട. അപ്പോ ആ മണൽ കോരുന്നതിൽ എത്ര വർക്കത്തുണ്ടോ? അങ്ങനെ തീരുമാനം എടുത്തതിൽ അഭിനന്ദിക്കണം. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാനതറിഞ്ഞത്. അവരഭിനന്ദിക്കണ്ടേ? അതാണല്ലോ വിജയം. നഷ്ടം വരും. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരൂല, ഒരിക്കലും വരൂല. ഓരോ വിഷയത്തെ ഒരു പരിഗണിക്കലുണ്ട്, ഒരു കണക്കിലെടുക്കലുണ്ട്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം. അപ്പൊ അള്ളാഹു നമ്മളെ പരിഗണിക്കും, ഏത് വിഷയത്തിനും പരിഗണിക്കും. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ ചില ആളുകൾ, ഞാൻ ക്ലാസ്സിന് വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പല്ലേ. ഓ, എന്തൊരു തെരഞ്ഞെടുപ്പാണ് സഹോദര. അതിലെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതൊക്കെ ഒഴിവാക്കണം, അതിന്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഇതിലുള്ള ഒരു പ്രാർത്ഥന ചിലപ്പോൾ ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ അതിലല്ലേ അടിച്ചു കയറുക. കാരണം സമുദായത്തിന് വിജയം വേണം, അത് വളരെ പ്രധാനമാണ്. അത് ചെറുതായി കാണാൻ പാടില്ല. വിജയം വളരെ പ്രധാനമാണ്. നമ്മൾ വളരെ ഐക്യത്തോടുകൂടെ നിന്നിട്ട് വിജയം നേടിയെടുക്കണം. നമ്മുടെ ഏരിയയിൽ മാത്രമാണ് സമാധാനവും സുഖമുള്ളത്. അത് ഈ വിജയം കൊണ്ടൊക്കെ തന്നെയാണ്, ഇതിലൊന്നും സംശയമില്ല. പൂർവികരായ ആളുകൾ, പ്രത്യേകിച്ച് ഖായിദമില്ലത്തിനെ പോലെയുള്ള ആളുകളെ, കണ്യത്തുസ്ഥാന ഒരു ഭാഗത്തും ഖായിദമില്ലത്തിനെ മറ്റൊരു ഭാഗത്തും നിർത്തിയ രണ്ടുപേരും സൂക്ഷ്മതയുടെ വിഷയത്തിൽ ഒരുപോലെയാണ്. ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ഒരു ഭാഗത്തും മഹാനായ കണ്യത്തുസ്ഥാദിനെ ഒരു ഭാഗത്തും നിർത്തിയാൽ ഒരാൾ മഹാപണ്ഡിതനാണ്, ഒരാൾ പാണ്ഡിത്യം കൊണ്ട് ഉമറാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. രണ്ടുപേരുടെയും സൂക്ഷ്മത ഒരുപോലെ. ഖായിദമില്ലത്ത് മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഖിബ്ലയുടെ ഭാഗത്തുനിന്ന് തിരിയാതെ അതേ ഇരുത്തണം. അങ്ങനെ തന്നെയാണ് കണ്യത്തുസ്ഥാദ്. ഖായിദമില്ലത്ത് ഇശാക്ക് ബാങ്ക് കൊടുത്ത് ജമാഅത്തും കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേൽപ്പോൾ അതന്നെ കണ്യത്തുസ്ഥാന്റെ നിലപാട്. എന്തൊരു സൂക്ഷ്മതയായിരുന്നു. അതാണ് അവരൊക്കെ അടിത്തറ പാകിയത്. ആ ഫൗണ്ടേഷൻ വളരെ ക്ലിയർ ആയതുകൊണ്ട് അവർ രക്ഷപ്പെടും. അതില്ലാത്തത് കൊണ്ടാണ് പലർക്കും പ്രശ്നം. അവരെ ഫൗണ്ടേഷൻ ശരിയായതുകൊണ്ട് അതിന്റെ പൂലിലാണ്. പക്ഷേ ദീന് വേണം സഹോദര. അപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ അല്ലാഹു വിജയം നൽകുക. എന്തിന്റെ പേരിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കരുത്. അവ ബർക്കത്ത് പോകും. നമ്മുടെ ലക്ഷ്യം മാറിക്കഴിഞ്ഞാൽ അല്ലാഹു ഓനിട്ട് പൂട്ടും. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ വേണം. കുറഞ്ഞ കാലത്തെ ജീവിതത്തിനിടയിൽ നമ്മൾ നാളേക്ക് വേണ്ടിയുള്ള വലിയ ഒരുക്കമാണിത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നോക്കൂ, അള്ളാഹു മോശപ്പെട്ട ആളുകളെ പറ്റി പറയുന്നു. റുക്കൂ ചെയ്യാൻ കൽപ്പിച്ചാൽ അവർ റുക്കൂ ചെയ്യില്ല. ഇതാണ് അവരുടെ അവസ്ഥ. നിസ്കരിക്കാൻ പറഞ്ഞാൽ അവർ നിസ്കരിക്കൂല. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച നാശമുണ്ട്. فبأي حديث بعده يؤمنون. മുർസലാത്തി സൂറത്തിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് فبأي حديث بعده يؤمنون. വിശുദ്ധ ഖുർആനിന് ശേഷം ഏതൊരു വാർത്തയിലാണ് ഇവൻ വിശ്വസിക്കുന്നത്? ഇത് ഒഴിവാക്കിയിട്ട് ഇനി ഇവന് വിശ്വസിക്കാൻ വേറെ ഏത് വാർത്തയുള്ളത്?
ഇതിന് ഓതിക്കഴിഞ്ഞ ഉടനെ പറയണെന്ത്? ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇതിന് പുറമെ ഇനി ഏത് വാർത്തയിലാണ് അവനക്ക് വിശ്വസിക്കാനുള്ളത്? ഇല്ല, ഇതിൽ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ സഹോദര ഒരു അത്ഭുതമാണ് എന്ന് അല്ലാഹു തആല പറയാണ്. അള്ളാഹിന്റെ വചനങ്ങളാ, അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഈ വചനങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇനി ഏത് വചനങ്ങളിലാ വിശ്വസിക്കുക? പിന്നെ വിശ്വസിക്കാൻ പറ്റിയത് വേറെ ഏതാണുള്ളത്? ഇങ്ങനെ ഒരു ഗ്രന്ഥം വേറെ ലോകത്തുണ്ടോ? ഇല്ല. ഇന്ന് നമുക്കിത് പറഞ്ഞ വേഗം മനസ്സിലാവും. എന്തുകൊണ്ട്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ അള്ളാഹു അവതരിപ്പിച്ചത്, അതിന്റെ തനിമ നഷ്ടപ്പെടാതെ അതേ രൂപത്തിൽ ഇന്നും നിലനിൽക്കും. അതേ രൂപത്തിൽ ഇന്നും നിലനിൽക്കും. ഇതൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ ഇതിലേക്ക് ഒഴുകുന്നത്. ഇതിപ്പോ 2015. ഇനി 3015 വരെയാണെങ്കിൽ അന്നത്തെ ആളുകൾക്ക് തോന്നും ഖുർആൻ അന്നത്തേക്കാണ്. 2015 ആയിരക്കണക്കിന് കൊല്ലം അപ്പുറത്തേക്ക് ചിന്തിച്ചു നോക്കൂ. അന്നത്തെ ആളുകൾക്ക് തോന്നും ഇത് അന്നത്തെ കാലഘട്ടത്തേക്കാണ്. 1400 കൊല്ലം കഴിഞ്ഞല്ലോ. ഇത് യാതൊരു മാറ്റമില്ല. ഇനി ആളുകൾക്ക് അല്ലാഹു തആല ഇങ്ങനെ കാലം കഴിയും തോറും ബുദ്ധിക്ക് വികാസം കൊടുക്കുമ്പോൾ അവർ ഇതിൽ നിന്ന് പലതും കണ്ടുപിടിക്കും. ഇത് വെട്ടേണ്ട ആവശ്യമില്ല. ഇതിൽ പറഞ്ഞതിന് ഒരിക്കലും ഇനി കണ്ടുപിടിക്കുന്നൊന്നും എതിരാവില്ല. കാരണം ഈ കണ്ടുപിടിക്കുന്നതൊക്കെ ആ പിടിക്കുന്ന ആളുകൾക്ക് അതിനുള്ള കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്. അതേ അള്ളാഹുവാണ് ഇതും സംവിധാനിച്ചത്. വൈരുദ്ധ്യം എങ്ങനെ വരും? വരൂലല്ലോ. പർദ്ദ ധരിച്ചാൽ രോഗം ഉണ്ടാവുന്ന മുമ്പ് ഒരു ഡോക്ടർ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം ഡോക്ടർ. അവിടെ പർദ്ദക്കല്ല പഴവ്, അള്ളാന്റെ നിയമത്തിനല്ല. അയാളെ വീക്ഷണത്തിനാണ് അവിടെ പഴവ് സംഭവിച്ചത്. പെണ്ണിനെ പഠിച്ചത് അള്ളാഹുവാണ്. അവൾക്ക് ഔറത്ത് മറക്കണത് പഠിപ്പിച്ചതും അള്ളാഹുവാണ്. പർദ്ദയാണ് ഏറ്റവും നല്ലതെന്ന് പഠിപ്പിച്ചതും റബ്ബാണ്. പിന്നെ ആ പർദ്ദ ധരിക്കുമ്പോൾ ഒരു പ്രശ്നം വരും എന്നുള്ളത് ഈ വൈരുദ്ധ്യം വരൂല. കാരണം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണ്. ഇത് മനസ്സിലാക്കാനുള്ള തലല്ല. ഞാൻ എന്ത് ചെയ്യും? തലണ്ടായിട്ട് കാര്യമില്ല. ഒരു കത്ത് ഒട്ടിക്കാനുള്ള വറ്റെങ്കിലും തലച്ചോറായിട്ട് അതിന്റെ ഉള്ളിൽ വേണം. അതില്ലാത്തൊരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ. അവരാണ് പരിശുദ്ധമായ ഖുർആനിനെ വിമർശിക്കുന്നവർ. അതല്ലാതെ ശാസ്ത്രം ഒരു കാര്യം കണ്ടുപിടിച്ചാൽ അത് സത്യമാണോ? അതിനൊരിക്കലും ഖുർആൻ എതിരാവില്ല. കാരണം ഖുർആനിൽ ഇതെങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാവും? ഇതൊക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. ഇനി ഇതിന്റെ പുറമെ ഇതിനെ മാറ്റിയിട്ട് വേറെ ഏലാ വിശ്വസിക്കാം എന്ന് അള്ളാഹു തആല ചോദിച്ചുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് പിന്നെ സൂറത്തുൽ ഇൻസാനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ വിശദീകരണം തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി ഖബൂലാക്കുമാറാവട്ടെ. മരിച്ചുപോയ പിതാവിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഒരു 250 രൂപ പ്രത്യേകം സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ നൗഷാദിന്റെ ഒപ്പ ഇന്നലെ ആണ്ടായിരുന്നു. പിതാവ് മരിച്ച് 5 കൊല്ലായി എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഇവിടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ പിതാക്കള്, മാതാക്കള്, അവരെ കാണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം. അപ്പോഴാണ് നമുക്ക് വേണ്ടി നമ്മുടെ മക്കള് ഓർക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഫലം തീർച്ചയായിട്ടും അവരുടെ ഖബറിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, അല്ലാഹു അവരുടെയൊക്കെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. നൗഷാദിന്റെ ഉപ്പാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആർക്കും ചെയ്യാം. ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 اللهم صل على محمد والآل كلهم وسلم 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 الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവെ, പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. മുഹറം 9 ഈ ദിവസം അള്ളാഹുവെ ഞങ്ങൾ എടുക്കുന്ന നോമ്പ് കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ റഹ്മാനെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ച നാഥ, പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ